നമസ്കാരം. സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. യുവതി ലൈംഗിക പീഡന പരാതി നൽകിയതിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിൽ MLA പാലക്കാട് നിന്ന് മുങ്ങിയത് ആരുടെ കാറിലാണ്? രാഹുൽ ചുവന്ന പോളോ കാറിലാണ് പാലക്കാട് നിന്ന് പോയതെന്ന് CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. നമ്പർ പരിശോധിച്ചപ്പോൾ കാർ ഒരു സിനിമാ താരത്തിൻ്റെതാണെന്ന് തിരിച്ചറിഞ്ഞതായി സൂചനയുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിലാണ്. രാഹുൽ മുങ്ങിയ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങളാണ് DVRൽ നിന്നും ഡിലീറ്റ് ചെയ്തത്. സ്വന്തം വാഹനം ഫ്ളാറ്റിൽ നിർത്തിയിട്ട ശേഷമാണ് മറ്റൊരു കാറിൽ രാഹുൽ പോയതെന്നാണ് വിവരം. CCTV ഇല്ലാത്ത വഴികൾ തെരഞ്ഞെടുത്തായിരുന്നു യാത്ര. കേസെടുത്ത് 4ാം ദിവസവും രാഹുൽ മാങ്കൂട്ടത്തിനെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. വിവരങ്ങളുമായി CV അനുമോദ് ചേരുന്നുണ്ട്. അനുമോദ്, പോലീസ് സംസ്ഥാനത്തെമ്പാടും രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി വല വിരിച്ചിരിക്കുന്നു. പക്ഷെ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞ 4 ദിവസമായി വ്യാപകമായി തിരച്ചിൽ നടത്തുമ്പോഴും പരിശോധന നടത്തുമ്പോഴും ഒരു സൂചനയുമില്ല. ഫ്ളാറ്റിലെ CCTV ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്ത നിലയിൽ. അതിനിടെ രാഹുൽ മുങ്ങിയത് ഒരു ചുവന്ന പോളോ കാറിലാണ്. അതൊരു സിനിമാ താരത്തിന്റെ കാറാണ് എന്ന സൂചന മാത്രമാണ് പുറത്തു വരുന്നത്. എന്താണ് പോലീസിന്റെ അന്വേഷണത്തിൽ നിന്നും വ്യക്തമായിരിക്കുന്നത്? ഇയാൾ സംസ്ഥാനം വിടാനുള്ള ഒരു സാധ്യത കൂടി കാണുന്നുണ്ടോ പോലീസ്? പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെ എന്ന ചോദ്യത്തിന് ഉത്തരം നൽകാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ് എന്ന് നമുക്ക് ആദ്യം പറയേണ്ടി വരും. കാരണം വ്യാഴാഴ്ചയാണ് അദ്ദേഹം രാഹുൽ മാങ്കൂട്ടം പാലക്കാട് നിന്ന് മുങ്ങുന്നത്. എവിടേക്ക് പോയെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള നടപടികൾ അത് പൂർണ്ണമായിട്ടും ഫലവത്തായിട്ടില്ല എന്ന് തന്നെ വേണം പറയാൻ. ഒന്നാമത്തെ കാരണം, രാഹുൽ മൊബൈൽ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തിട്ടാണ് പോയിരിക്കുന്നത്. രാഹുലിൻ്റെ കൂടെയുള്ളവരെയും ട്രാക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പോൾ സാധാരണഗതിയിൽ പോലീസിൻ്റെ അന്വേഷണം മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച ടവർ ലൊക്കേഷൻ കേന്ദ്രീകരിച്ചാണെങ്കിൽ അതും സാധ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ള ഇപ്പോൾ നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. രണ്ടാമതായിട്ട്, ഇപ്പോൾ ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നത്. അവർ പറയുന്ന ഒരു പ്രധാനപ്പെട്ട അവരിൽ നിന്ന് ലഭിക്കുന്ന ഒരു സൂചനയാണ്. അത് കൃത്യമായിട്ട് നമുക്ക് ആധികാരികമാണെന്ന് പറയുന്നതല്ല, ലഭിക്കുന്ന ഒരു സൂചനയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ ക്യാമറകളില്ലാത്ത വഴി ഉപയോഗിച്ചാണ് രക്ഷപ്പെടാൻ ശ്രമിച്ചിട്ടുള്ളത് എന്നുള്ളത്. അത് പാലക്കാട് നിലവിലുള്ള പ്രധാനപ്പെട്ട എല്ലാ കേന്ദ്രങ്ങളിലും CCTV ക്യാമറകൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. ഇടങ്ങളിൽ ക്യാമറകൾ പരിശോധിക്കുന്നുണ്ട്. രാഹുൽ മാങ്കൂട്ടം ഉണ്ടാകാനിടയുള്ള മേഖല, അദ്ദേഹത്തിൻ്റെ ഓഫീസ്, വീട്, അതെല്ലാം കേന്ദ്രീകരിച്ചുള്ള CCTV ക്യാമറകളുടെ ദൃശ്യങ്ങൾ ശേഖരിച്ചുള്ള അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പോൾ CCTV ക്യാമറകളിൽ ഇല്ലാത്ത അല്ലെങ്കിൽ അത് ഈ പ്രധാനപ്പെട്ട മേഖലകളിൽ ഇല്ലാത്ത ആ റൂട്ട് വഴി നമ്മൾ സാധാരണ പറയുന്നത് പോലെ കട്ട് റോഡ് വഴിയൊക്കെ എന്ന് പറയുന്ന രീതിയിലൊക്കെ ഉൾനാട്ടിലൂടെ അദ്ദേഹം പോയി എന്ന് വേണം കരുതുവാൻ. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളൊരു വിവരമായിട്ടുള്ളത് ഒരു ചുവന്ന പോളോ കാറിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ രക്ഷപ്പെട്ടു എന്നുള്ള തരത്തിലാണ്. അത് ആ CCTV ദൃശ്യങ്ങളിൽ ഉള്ള കാറിലെ നമ്പർ ഒരു സിനിമാ താരത്തിൻ്റെതാണെന്നും പറയുന്നുണ്ട്. എന്താണെങ്കിലും അത് സംബന്ധിച്ച് ആധികാരികമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടില്ല. അതൊരു അഭ്യൂഹം മാത്രമാണ്. ഒരു പക്ഷേ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മറ്റേതെങ്കിലും തരത്തിൽ തിരിച്ചുവിടാനോ പോലീസ് നൽകുന്ന സൂചനയുമാകാം. എന്തുതന്നെയാണെങ്കിലും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിൽ എവിടെയെന്ന് ഇതുവരെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ള വിവരം തന്നെയാണ്. ഒപ്പം തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ളാറ്റിലെ വ്യാഴാഴ്ചയിലെ CCTV ക്യാമറ ദൃശ്യങ്ങൾ നശിപ്പിക്കപ്പെട്ട നിലയിലാണ്. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ അവിടുന്ന് പോകുന്നതിന് തൊട്ട് മുമ്പുള്ള ദൃശ്യങ്ങളാണ്. അത് ഒരുപക്ഷെ കെയർടേക്കറെ സ്വാധീനിച്ച് അങ്ങനെ ഒരു നടപടി ചെയ്യിച്ചതാകാം എന്നാണ് കരുതുന്നത്. എന്താണെങ്കിലും കെയർടേക്കറെ SIT ചോദ്യം ചെയ്യുന്നുണ്ട്. അദ്ദേഹത്തെ വിവരങ്ങൾ ശേഖരിക്കാനുള്ള നടപടിയും പുരോഗമിക്കുന്നുണ്ട്. പ്രധാനമായിട്ടും പാലക്കാടിന് പുറമെ തൃശ്ശൂരും മലപ്പുറവും അതേപോലെ കോയമ്പത്തൂർ മേഖലകൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം ഉള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊബൈൽ നമ്പർ ട്രാക്ക് ചെയ്ത് അല്ലെങ്കിൽ ടവർ ലൊക്കേഷൻ ട്രാക്ക് ചെയ്ത് അന്വേഷണം നടത്താൻ കഴിയാത്തതാണ് ഇവിടെ ഒരു തിരിച്ചടിയായിട്ടുള്ളത്. ബുധനാഴ്ചയാണ് ഈ കേസിൽ നിർണായകമായിട്ടുള്ള തീരുമാനങ്ങൾ വരാനുള്ളത്. അപ്പോഴേക്കും അത് അനുകൂലമാണെങ്കിൽ ഒരുപക്ഷെ രാഹുൽ നേരിട്ട് തന്നെ കോടതിയിൽ ഹാജരാകും. പക്ഷേ അതിന് മുൻപ് പിടികൂടുക എന്നത് തന്നെയാണ് സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ലക്ഷ്യമായിട്ടുള്ളത്. അതിനുവേണ്ട നടപടികൾ ഒരു വശത്ത് പുരോഗമിക്കുകയാണ്. പക്ഷേ ഒരു നാട്ടിലെ MLA എവിടെയെന്നറിയാതെ ഇരുട്ടിൽ തപ്പുന്ന സാഹചര്യമാണ് കഴിഞ്ഞ 4 ദിവസമായിട്ടുള്ളത് എന്നുള്ളതാണ് വസ്തുത. ടോം. തീർച്ചയായും അനുമതി സൂചിപ്പിച്ചതുപോലെ ഈ വ്യാപകമായ രീതിയിലുള്ള പരിശോധന നടക്കുന്നുണ്ട്. അതോടൊപ്പം രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫ്ളാറ്റിലെ പാലക്കാട്ടെ ഫ്ളാറ്റിലെ DVRൽ നിന്നും CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ച നിലയിലാണ്. അതിൽ പ്രധാനമായും പോലീസ് പരിശോധിച്ചത് ഈ രാഹുൽ രക്ഷപ്പെട്ട വാഹനം ഏതാണ് അത് കണ്ടെത്താൻ വേണ്ടിയാണ്. അന്ന ദിവസത്തെ
ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ട്. അതോടൊപ്പം ഈ യുവതി, പീഡനത്തിനിരയായ യുവതി പാലക്കാട്ടെ ഫ്ളാറ്റിലെത്തിയെന്ന് പറയുന്ന ആ ദിവസത്തെ ദൃശ്യങ്ങൾ കണ്ടെത്താൻ വേണ്ടിയുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ട്. ഈ DVRൽ നിന്നും ആ ദൃശ്യങ്ങൾ കണ്ടെത്തുക അത്ര എളുപ്പമുള്ള കാര്യമാണോ? മാത്രമല്ല മറ്റെന്തൊക്കെ ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റെന്തൊക്കെ തെളിവുകളാണ് ഇതുവരെയും പോലീസിന് കണ്ടെത്താൻ കഴിഞ്ഞിരിക്കുന്നത്? ഈ DVRൽ ദൃശ്യങ്ങൾ ശേഖരിക്കുക എന്നുള്ളത് വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയാണ്. ഇപ്പോൾ വ്യാഴാഴ്ചത്തെ ദൃശ്യങ്ങൾ ഒരുപക്ഷെ വീണ്ടെടുക്കാനായിരിക്കും. പക്ഷേ അതിന് പിന്നിലേക്ക് പോവുകയാണെങ്കിൽ ഒരുപക്ഷെ ആ ഒരു DVRന്റെ കപ്പാസിറ്റി 1 വർഷമോ 2 വർഷമോ പഴക്കമുള്ള ദൃശ്യങ്ങൾ സ്റ്റോർ ചെയ്യാനുള്ള ഒരു സാങ്കേതിക വിദ്യ അതിലുണ്ടോ എന്നുള്ളതാണ് ആദ്യം അറിയേണ്ടത്. അങ്ങനെയാണെങ്കിൽ ആ ദൃശ്യങ്ങൾ ഈ പറയുന്ന അല്ലെങ്കിൽ കുട്ടി മൊഴി നൽകിയ ആ ദിവസത്തെ ദൃശ്യങ്ങൾ വീണ്ടെടുക്കാൻ ഒരുപക്ഷെ ബുദ്ധിമുട്ടുണ്ടാവുകയില്ല. പക്ഷേ അത്രയും സ്റ്റോറേജ്, എത്ര മാസത്തെ സ്റ്റോറേജ് അതിലുണ്ട്, സ്റ്റോറേജ് കപ്പാസിറ്റി എത്രയുണ്ട് എന്നുള്ളത് വ്യക്തമാകേണ്ടതുണ്ട്. രണ്ടാമതായിട്ട് നിലവിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ കസ്റ്റഡിയിലെടുത്താൽ മാത്രമേ ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ. അതിന് ഉതകുന്ന തരത്തിലുള്ള മറ്റ് തെളിവുകൾ ശേഖരിക്കുകയാണ് ഇപ്പോൾ SITയുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഒന്ന്, ആ കുട്ടി നൽകിയ മൊഴി പ്രകാരം പാലക്കാട് കൊണ്ടുവന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ മൊഴിയിലുള്ള വിശദാംശങ്ങൾ അത് ക്രോസ് ചെക്ക് ചെയ്ത് അതിനെ സാധൂകരിക്കുന്ന തെളിവുകൾ ശേഖരിക്കാനുള്ള നടപടികളാണ് രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ അന്വേഷണത്തിനൊപ്പം തന്നെ പുരോഗമിക്കുന്നത്. അത് പാലക്കാടും അനുബന്ധ കേന്ദ്രങ്ങളും അനുബന്ധ മേഖലകളും അദ്ദേഹത്തിൻ്റെ ഫ്ലാറ്റും ഒക്കെ കേന്ദ്രീകരിച്ച് തന്നെയാണ് അതിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് നേരത്തെ ടോം സൂചിപ്പിച്ച CCTV ദൃശ്യങ്ങളാണ്. ഒപ്പം തന്നെ മൊബൈൽ ടവർ ലൊക്കേഷൻ ട്രാക്കിംഗ്, ആ ദിവസങ്ങളിൽ അവരുടെ മൊബൈൽ ഫോൺ ഈ പറയുന്ന ടവർ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ, അതിൻ്റെ CDR, അതിൻ്റെ കാൾ റെക്കോർഡിംഗ് ഡീറ്റെയിൽസും ഒക്കെ പരിശോധിക്കുന്ന നടപടികളും സൈബർ സെല്ലിൻ്റെ ഭാഗത്ത് പുരോഗമിക്കുന്നുണ്ട്. അത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ മൊഴിയുടെ ആധികാരികത, തെളിവ് ശേഖരണവും രാഹുൽ മാങ്കൂട്ടത്തിനെ അന്വേഷിക്കുന്നതിനൊപ്പം നടത്തും. ദൃശ്യങ്ങൾ, CCTV ദൃശ്യങ്ങൾ നശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്ളാറ്റ് അധികൃതർ അല്ലെങ്കിൽ അവിടുത്തെ കെയർ ടേക്കർ അതിന് മറുപടി പറയേണ്ടതുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിനെ രക്ഷപ്പെടാൻ സഹായിച്ചത് ആരൊക്കെയാണെന്ന് പോലീസിന് കണ്ടെത്തണം. മാത്രമല്ല നടിയുടെ ഏതെങ്കിലും ഒരു ചലച്ചിത്ര താരത്തിന്റെ കാറിലാണ് രാഹുൽ രക്ഷപ്പെട്ടതെന്ന് പറയുന്നുണ്ട്. അത്തരം അഭ്യൂഹങ്ങളുണ്ട്, സംശയമുണ്ട്. ഇപ്പൊ ഈ ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പാലക്കാട്ടെ ചടങ്ങിൽ രാഹുൽ മാങ്കൂട്ടമൊപ്പം ചടങ്ങിൽ പങ്കെടുത്ത 2 ചലച്ചിത്ര താരങ്ങളെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. അതിൽ തൻവീർ റാമുണ്ട്, അനുശ്രീയുണ്ട്. തൻവീർ റാമിന്റെ ഒരു വാഹനത്തിൽ പോയെന്ന രീതിയിലുള്ള അഭ്യൂഹങ്ങളാണ് ഇപ്പോൾ പരക്കുന്നത്. സോഷ്യൽ മീഡിയ അടക്കം പരിശോധിച്ച് കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെ പോലീസിനൊരു സംശയമുണ്ടോ? അങ്ങനെയെങ്കിൽ ആ ചലച്ചിത്ര താരങ്ങളെ കേന്ദ്രീകരിച്ചും അന്വേഷണം പോലീസ് ഉദ്യോഗസ്ഥർ, അന്വേഷണ സംഘം നടത്തുന്നുണ്ടോ? രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധമുള്ള എല്ലാവരും നേരിട്ട് തന്നെ പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ഡ്രൈവറെയും സഹായിയും ഇന്ന് ചോദ്യം ചെയ്തിരുന്നു. സ്വാഭാവികമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കോൾ റെക്കോർഡിംഗ് ഹിസ്റ്ററി പരിശോധിച്ച് കഴിഞ്ഞാൽ ആരെയെല്ലാം വിളിച്ചു എന്നുള്ളത് കൃത്യമായി പോലീസിന് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ വ്യാഴാഴ്ച മുതൽ സ്വിച്ച് ഓഫ് ആണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പമുള്ളവരുടെ ഫോൺ പോലീസിന് പരിശോധിക്കാൻ സാധിക്കും. അങ്ങനെയാണെങ്കിലും ആരുടെയെല്ലാം ഫോണിലേക്ക് കോൾ പോയി എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അതിൽ ഈ സംശയത്തിൻ്റെ ലിസ്റ്റിലുള്ള ആരുടെയെങ്കിലും നമ്പർ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവരിലേക്ക് എത്താൻ പോലീസിന് വേഗത്തിൽ സാധിക്കും. അങ്ങനെ ഇത് വിട്ടുപോയ കണ്ണികൾ കൂട്ടിച്ചേർത്ത് അതിൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്തുന്ന പോലെയാണ് പോലീസിൻ്റെ ഭാഗത്തുള്ള അന്വേഷണം നടക്കുന്നത്. ഇതിൽ സംശയമുള്ളവരോടൊക്കെ തന്നെ ഇതിനോടകം തന്നെ പ്രാഥമികമായിട്ട് പോലീസ് ഈ മൊഴി എടുത്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ ഒരു സിനിമാ താരത്തിലേക്ക് എത്തുന്ന തരത്തിലേക്ക് ഇതൊരു മറ്റൊരു വിവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന തരത്തിലേക്ക് മാറിയിട്ടുണ്ടോ എന്നത് നമുക്ക് വ്യക്തമായിട്ടില്ല. ഒന്നാമത്തെ കാരണം ഇതുമായി ബന്ധമില്ലെങ്കിൽ ഒരുപക്ഷെ അത് അവരെ ഇതിലേക്ക് വിവാദത്തിലേക്ക് വലിച്ചിഴക്കുന്നത് ഇതിൻ്റെ അനുബന്ധ വിവാദമായിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നീക്കങ്ങൾ രഹസ്യമായിട്ടാണ് നടത്തുന്നത്. പക്ഷേ പ്രധാനമായിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ ഫോൺ രേഖകൾ വിളിച്ചതാരെല്ലാമെന്ന് കണ്ടെത്തി. അത് രാഹുലിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെങ്കിൽ സ്വാഭാവികമായിട്ടും രാഹുലിനൊപ്പമുള്ള നേതാക്കളുണ്ട്, പ്രവർത്തകരുണ്ട്, അവരെ കേന്ദ്രീകരിച്ചുള്ള അവരുടെ ഫോൺ രേഖകൾ, അങ്ങനെ ഇതെല്ലാം തന്നെ കൃത്യമായ നിരീക്ഷണത്തിൽ. ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യമുള്ളത്, രാഹുലിനെതിരെ ഇടതുപക്ഷം ഉന്നയിക്കുന്ന ഒരു ആരോപണം യൂത്ത് കോൺഗ്രസിൻ്റെയും സഹായത്തോടെയാണ് അദ്ദേഹം ഒളിവിൽ പോയിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരത്തിലേക്കൊരു അന്വേഷണം നീങ്ങുന്നതിന് എല്ലാ സാധ്യതകളും ഉണ്ട്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചത് തൃശ്ശൂരിലും മലപ്പുറത്തും കോയമ്പത്തൂരിലും അതുപോലെ പാലക്കാടിൻ്റെ അനുബന്ധമായിട്ടുള്ള അടുത്തുള്ള ജില്ലകളിലൊക്കെ ഏതെങ്കിലും അജ്ഞാത കേന്ദ്രങ്ങളിൽ ഈ ആരുടെയെങ്കിലും സഹായത്താൽ
രാഹുൽ ഒളിച്ചിരിക്കുകയാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. അത് ഒരുപക്ഷെ ഈ പുറത്തുനിന്നുള്ള കൃത്യമായ സഹായം, പാർട്ടിയുടെ സഹായം കൃത്യമായിട്ട് അദ്ദേഹത്തിന് ലഭിക്കുന്നുണ്ടാകാം. അതല്ലെങ്കിൽ ഈ പറയുന്ന രീതിയിൽ രാഹുൽ ഒറ്റയ്ക്ക് ഈ കാര്യങ്ങൾ ചെയ്യുന്നതാണ്. എന്താണെങ്കിലും പോലീസിൻ്റെ അന്വേഷണം ഇപ്പോൾ നടക്കുന്നത് ഫോൺ റെക്കോർഡുകളിൽ ഉള്ള, അല്ലെങ്കിൽ രാഹുൽ ആരെല്ലാം വിളിച്ചു, രാഹുലിനൊപ്പമുള്ള ആരെല്ലാം വിളിച്ചു എന്നുള്ള രേഖകൾ കേന്ദ്രീകരിച്ചാണ്. രണ്ടാമതായിട്ട് CCTV ദൃശ്യങ്ങളിൽ പതിഞ്ഞ ദൃശ്യങ്ങൾ, അതായത് CCTV ക്യാമറ പതിഞ്ഞ ദൃശ്യങ്ങൾ, അതിൽ ഈ രാഹുലുമായി ബന്ധപ്പെട്ട് ആരോപണത്തിലുള്ള, സംശയത്തിന് നേരിട്ടുള്ള ആളുകൾ, ഇതെല്ലാം കേന്ദ്രീകരിച്ച് തന്നെയാണ് ഇപ്പോൾ പോലീസിൻ്റെ അന്വേഷണം പുരോഗമിക്കുന്നത്. ടോം. CB അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. അനുമോദ് സൂചിപ്പിച്ചതുപോലെ രാഹുലുമായി അടുപ്പമുള്ളവർ, രാഹുലിന്റെ സ്റ്റാഫ് അംഗങ്ങൾ, കുടുംബാംഗങ്ങൾ, സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ളവർ നിരീക്ഷണത്തിലാണ്. രാഹുൽ മാങ്കൂട്ടം പോകാനിടയുള്ള സ്ഥലങ്ങളിലെല്ലാം പോലീസ് വിശദമായ തിരച്ചിൽ നടത്തുകയും ചെയ്തിട്ടുണ്ട്. രാഹുൽ മാങ്കൂട്ടത്തിൽ MLAക്കെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ അപമാനിച്ചെന്ന കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനുമായി അന്വേഷണ സംഘത്തിന്റെ തെളിവെടുപ്പ്. വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി. ലാപ്ടോപ്പ് അടക്കമുള്ള തെളിവുകൾക്കായാണ് രാഹുൽ ഈശ്വറിനെ വീട്ടിലെത്തിച്ചത്. തുടർന്ന് അദ്ദേഹത്തെ കോടതിയിൽ ഹാജരാക്കും. ഇനിയുടെ ഐഡന്റിറ്റി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിച്ച കേസിൽ അറസ്റ്റിലായ രാഹുൽ ഈശ്വറിനെ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ഡാൻ കുര്യൻ ചേരുന്നുണ്ട്. ഡാൻ, ഇന്നലെ വൈദ്യപരിശോധനയ്ക്ക് എത്തിച്ചപ്പോഴും രാഹുൽ ഈശ്വർ പല വിഷയങ്ങളിലും മാധ്യമങ്ങളോട് സംസാരിക്കുന്നുണ്ട്. ഇവിടെ മെൻസ് കമ്മീഷൻ വേണം, അങ്ങനെ രീതിയിലുള്ള പല ആവശ്യങ്ങളും ഉയർത്തുന്നു. സുപ്രീം കോടതിയുടെ ഉത്തരവിന്റെ ലംഘനമാണ് തന്നെ ഈ രീതിയിൽ തന്നെ അറസ്റ്റ് ചെയ്തതെന്നൊക്കെ വളരെ വൈകാരികമായിട്ടുള്ള പ്രതികരണമാണ് ഉണ്ടായത്. ഇന്ന് തെളിവെടുപ്പിന് എത്തിച്ചപ്പോൾ രാഹുൽ ഈശ്വർ ഇതുമായി ബന്ധപ്പെട്ട്, ഈ കേസുമായി ബന്ധപ്പെട്ട്, നടപടികളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു? രാവിലെ 11 മണിയോടെയാണ് രാഹുൽ ഈശ്വറിനെ പോലീസ് ട്രെയിനിങ് കോളേജിലെ സൈബർ ക്രൈം പോലീസിന്റെ ഓഫീസിൽ നിന്ന് വലിയ സുരക്ഷാ പോലീസ് അകമ്പടിയിൽ വസതിയിൽ, പൗടിക്കോണത്തെ വസതിയിൽ എത്തിച്ചത്. അവിടെ 2 മണിക്കൂർ നീണ്ട പരിശോധനകളാണ് നടന്നത്. ആ പരിശോധനയ്ക്കിടയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് ഇരയെ വിമർശിക്കുന്ന തരത്തിലുള്ള വീഡിയോകൾ ചെയ്ത ലാപ്ടോപ്പ് അടക്കം കണ്ടെത്തിയിരിക്കുന്നത്. ഇത് എവിടെയാണ് എന്ന ചോദ്യത്തിന് വ്യക്തമായ മറുപടി ഇന്നലെ രാഹുൽ ഈശ്വർ നൽകിയിരുന്നില്ല. ഇത് ഓഫീസിലാണ് എന്നൊക്കെയായിരുന്നു ഉദ്യോഗസ്ഥരോട് വെളിപ്പെടുത്തിയത്. ഓഫീസ് ടെക്നോ പാർക്കിലാണ് എന്നും ഇപ്പോൾ അത് എടുക്കാൻ കഴിയില്ല എന്നും ഉദ്യോഗസ്ഥരോട് ഇന്നലെ പറഞ്ഞിരുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ രാഹുലുമായി പൗടിക്കോണത്തെ വീട്ടിൽ പരിശോധന നടത്താനുള്ള ഒരു നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതായത് രാഹുൽ തന്നെ അത് കണ്ടെടുക്കട്ടെ എന്നൊരു തന്ത്രം ഉദ്യോഗസ്ഥർ മുമ്പോട്ട് വെക്കുകയായിരുന്നു. കാരണം ഏതെങ്കിലും തരത്തിൽ രാഹുൽ ഇല്ലാതെ വീട്ടിലേക്ക് ഉദ്യോഗസ്ഥർ എത്തിയാൽ പിന്നീട് അതുമായി ബന്ധപ്പെട്ട രാഹുൽ നടത്താനിടയുള്ള പരാമർശങ്ങൾ കൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് രാഹുലിനെ കൊണ്ട് തന്നെ ഈ ഒളിപ്പിച്ചു വെച്ച വീഡിയോ ലാപ്ടോപ്പ് കണ്ടെത്തണം എന്നൊരു നീക്കം ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്നുണ്ടായത്. അതിനുശേഷം പരിശോധനകൾ പൂർത്തിയാക്കി പുറത്തേക്ക് ഇറങ്ങുന്നതിനിടയിലാണ് സുപ്രീം കോടതി വിധിയുടെ ശക്തമായ ലംഘനം ഉണ്ടായിരിക്കുന്നെന്നും രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചുകൊണ്ട് വീഡിയോ ചെയ്യരുതെന്നാണ് ഇവരുടെ ആവശ്യമെന്നുമൊക്കെ ആക്രോശിച്ചത്. അതിനുശേഷം രാഹുൽ ഈശ്വറുമായി അന്വേഷണ സംഘം എയർ ക്യാമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ എയർ ക്യാമ്പിലാണുള്ളത്. ഇവിടെ വീണ്ടും ചോദ്യം ചെയ്യൽ തുടരും. അതോടൊപ്പം ഇതിന് പിന്നിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഗൂഢാലോചന ഉണ്ട്, ഈ സൈബർ അറ്റാക്കിന് പിന്നിലുള്ള ഗൂഢാലോചന ഉണ്ടോ, അതിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട്, മറ്റേതെങ്കിലും തരത്തിൽ രാഹുലിന് വേണ്ടി പ്രവർത്തിക്കുന്ന സൈബർ അനുകൂല ഗ്രൂപ്പുകളും രാഹുൽ ഈശ്വറിന്റെ ഗ്രൂപ്പും തമ്മിൽ ഏതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ, ഇതടക്കമുള്ള കാര്യങ്ങളിൽ പരിശോധന നടക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഇരയെ അധിക്ഷേപിക്കുന്ന പരാതിയെ വളരെ ഗൗരവത്തോടെയാണ് പോലീസ് മേധാവി അടക്കം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് വിവിധ ജില്ലാ പോലീസ് മേധാവിമാർക്ക് ഇതുമായി ബന്ധപ്പെട്ട് ഇരയെ അധിക്ഷേപിക്കുന്ന പരാമർശങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ അടിയന്തര നടപടിക്ക് ഉത്തരവിടുകയും ചെയ്തിരിക്കുന്നത്. ഈ കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ അടക്കം ഈ പ്രതികളാണ്. അതുകൊണ്ട് തന്നെ സന്ദീപ് വാര്യർ മുൻകൂർ ജാമ്യത്തിന് നീക്കം നടത്തുന്ന വിവരം നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. അതേസമയം സന്ദീപ് വാര്യർ, രഞ്ജിത പുളിക്കൻ ഉൾപ്പെടെയുള്ള മറ്റു പ്രതികളെ, ഈ FIR-ലെ 5 പ്രതികളാണ്, ശേഷിക്കുന്ന 4 പേരെയും ഉടൻ തന്നെ കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കം സൈബർ പോലീസ് ആരംഭിച്ചിട്ടുണ്ട്. തീർച്ചയായും ആ രീതിയിൽ നീക്കം നടത്തുന്നുണ്ട്. ഡാനിലേക്ക് എത്താം. അതിനു മുൻപ് രാഹുൽ ഈശ്വറിന്റെ ഭാര്യ ഇന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചിരുന്നു. അവരുടെ പ്രതികരണത്തിലേക്ക്. വെരിഫൈ ചെയ്തിട്ട് അതിന്റെ പേപ്പർ വർക്കും കാര്യങ്ങളും കുറെ ടൈം എടുത്തു. ലാപ്ടോപ്പ് ഓഫീസിലായിരുന്നു, പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീഡിയോ ചെയ്യരുതെന്ന് പോലീസ് ആവശ്യപ്പെട്ടു എന്നാണ് രാഹുൽ പറയുന്നത്. അതെ. അപ്പം അതാണ് അവർക്കുള്ള പ്രശ്നം. കാരണം ആദ്യം പറഞ്ഞത് ആളുടെ പെൺകുട്ടിയുടെ പേരും
ഐഡന്റിറ്റി റിവീൽ ചെയ്തു എന്നാണ് പറഞ്ഞത്. അപ്പൊ അത് അല്ലാന്ന് മനസ്സിലായി. അത് കഴിഞ്ഞിട്ടാണ് നോൺ ബെയിലബിൾ ഒഫൻസ് 75(1) ചേർത്തത്. അത് കഴിഞ്ഞിട്ട് ഇപ്പം പറയുന്നു വീഡിയോ വേ ചെയ്യാൻ പാടില്ല, രാഹുൽ മാങ്കൂട്ടത്തിനെ സപ്പോർട്ട് ചെയ്യുന്നതിൽ വീഡിയോസ് പാടില്ല, അത് കുട്ടിക്കെതിരെ ആയി പോകുന്നു എന്ന് പറഞ്ഞു. പക്ഷെ അതൊക്കെ ഒരു അഭിപ്രായമില്ല. ഇപ്പൊ സ്റ്റേഷനിലോട്ടൊക്കെ ഉണ്ട്. കോടതിയിൽ ഇന്ന് എനിക്ക് തോന്നുന്നു പേപ്പർ വർക്ക് കഴിഞ്ഞ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ലേറ്റ് ആവുമായിരിക്കും. വീണ്ടും ഡാൻ കുര്യനിലേക്ക്. ഡാൻ, ഇന്നലെ തന്നെ രാഹുൽ ഈശ്വറിന്റെ ഫോണും ലാപ്ടോപ്പും ഒക്കെ പോലീസ് പിടിച്ചെടുത്തിരുന്നു. രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്തപ്പോൾ തന്നെ പിടിച്ചെടുത്തിരുന്നു എന്ന രീതിയിലുള്ള വിവരങ്ങളാണ് പുറത്തു വന്നത്. പക്ഷെ അതിനുശേഷം, അതായത് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുത്ത് പോലീസ് ചോദ്യം ചെയ്യുന്ന ആ സമയത്ത് രാത്രിയിൽ രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്കിൽ ഒരു വീഡിയോ വരുന്നു. അതായത് പോലീസ് രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിലെടുക്കാൻ വന്നപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്, താൻ ആ ലാപ്ടോപ്പ് ഇവിടെ ഒളിപ്പിച്ചു വെക്കുകയാണെന്ന് രാഹുൽ പറയുന്ന വീഡിയോകൾ പ്രചരിച്ചിരുന്നു. പുറത്ത് രാഹുൽ ഈശ്വറിന്റെ ഫേസ്ബുക്ക് പേജിൽ തന്നെയാണ് ആ വീഡിയോ പ്രത്യക്ഷപ്പെട്ടത്. അതാണോ പോലീസ് വീണ്ടും രാഹുൽ ഈശ്വരുമായി വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള കാരണം? എന്തൊക്കെ കാര്യങ്ങളാണ്? എന്തൊക്കെ ഈ ലാപ്ടോപ്പ് മാത്രമാണോ, ലാപ്ടോപ്പ് ലക്ഷ്യമിട്ട് മാത്രമായിരുന്നോ വീട്ടിലെ പരിശോധന? അതായത് ഇത്തരത്തിൽ ഇരയെ അധിക്ഷേപിക്കുന്ന തരത്തിലുള്ള പ്രചാരണം നടത്താൻ ഉപയോഗിച്ച എല്ലാ സാങ്കേതിക സംവിധാനങ്ങളും, അതായത് എല്ലാ ഡിജിറ്റൽ സംവിധാനങ്ങളും ഉപകരണങ്ങളും പിടിച്ചെടുക്കുക എന്നൊരു ലക്ഷ്യത്തോടെയാണ് ഈ പരിശോധന വീട്ടിൽ നടന്നത്. നേരത്തെ നമുക്കറിയാം കെ ഷൈൻ ടീച്ചർക്കെതിരായി സമാനമായ തരത്തിൽ പോസ്റ്റ് ഇട്ടതിന്റെ പേരിൽ നേരത്തെ KM ഷാജഹാന്റെ വസതിയിലും സമാനമായ തരത്തിൽ പരിശോധന നടത്തുകയും ഉപകരണങ്ങൾ പിടിച്ചെടുക്കുകയും ചെയ്തതാണ്. അതേ ശൈലിയിൽ തന്നെയാണ് രാഹുൽ ഈശ്വറിന്റെ വസതിയിലും ഈ പരിശോധന നടന്നിരിക്കുന്നത്. കേസിലെ മറ്റ് പ്രതികളുടെ വീടുകളിൽ നടത്തുന്ന പരിശോധനയിലും സമാനമായ തരത്തിലുള്ള ഒരു നീക്കം ഉണ്ടായേക്കുമെന്ന് തന്നെയാണ് സൂചന. ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചിട്ടുണ്ട് സൈബർ ക്രൈം പോലീസ്. അതുകൊണ്ട് തന്നെയാണ് ആ ഗൂഢാലോചന എന്ന് കൃത്യമായി കണ്ടെത്തുന്നതിന്റെ ഭാഗമായി അത്തരത്തിലുള്ള ഒരു പരിശോധന കൂടി നടക്കുന്നത്. അവിടെ കോൺഗ്രസ് പാർട്ടിയിലെ ഡിജിറ്റൽ സംവിധാനങ്ങളുടെ ഭാഗമായി നിന്ന ചിലർ ഈ ഗ്രൂപ്പുകളിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടി ഈ പാർട്ടി സംവിധാനങ്ങളെ ദുരുപയോഗം ചെയ്യാനുള്ള ഒരു നീക്കം നടന്നിട്ടുണ്ടോ എന്ന കാര്യത്തിലടക്കം പരിശോധന നടക്കുന്നത്. ഏതൊക്കെ വകുപ്പുകളാണ് ഈ രാഹുൽ ഈശ്വറിനെതിരെ ചുമത്തിയിരിക്കുന്നത്? അതായത് ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ ഉൾപ്പെടെയാണ്. അല്പസമയത്തിനകം കോടതിയിൽ ഹാജരാക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്തായിരിക്കും പോലീസിന്റെ നീക്കം? മാത്രമല്ല, ഡാൻ സൂചിപ്പിച്ചതുപോലെ സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ള കോൺഗ്രസിലെ ചില നേതാക്കളും പ്രതിപട്ടികയിലുണ്ട്. അവരെ കേന്ദ്രീകരിച്ചുള്ള പോലീസിന്റെ അന്വേഷണം എങ്ങനെയാണ്? കാരണം രാഹുൽ ഈശ്വർ, സന്ദീപ് വാര്യരെ കുറിച്ച് യാതൊരു സൂചനയുമില്ല. വീട് പൂട്ടിയ നിലയിലാണ്. സന്ദീപ് വാര്യരെ ലക്ഷ്യമിട്ടും കസ്റ്റഡിയിലെടുക്കാനുള്ള നീക്കവും പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? തീർച്ചയായിട്ടും അത്തരം സൂചനകൾ തന്നെയാണ് ലഭിക്കുന്നത്. മുൻ ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ തന്നെയാണ് രാഹുൽ ഈശ്വറിനെതിരെ ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. കാരണം BNS-ലെ പ്രധാനപ്പെട്ട വകുപ്പുകൾ തന്നെയാണ്. അതായത് ഈ IT നിയമം അല്ലെങ്കിൽ ഈ IT സംവിധാനങ്ങൾ ദുരുപയോഗം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ജാമ്യം ലഭിക്കാത്ത വകുപ്പുകൾ തന്നെയാണ് രാഹുലിനെതിരെ ചുമത്തിയിരിക്കുന്നത്. പക്ഷേ രാഹുലിന്റെ അഭിഭാഷകനും ഇതുമായി ബന്ധപ്പെട്ട കോടതിയിലെ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് കോടതിയിലേക്ക് അന്വേഷണ സംഘം സമർപ്പിക്കുന്ന റിപ്പോർട്ടുകൾ അതടക്കമുള്ള കാര്യങ്ങൾ നിരീക്ഷിക്കുമെന്നാണ് ഈ കുടുംബം അറിയിച്ചിരിക്കുന്നത്. അതേസമയം ഇതിന് പിന്നിലെ ഗൂഢാലോചനയിൽ ആരൊക്കെ ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് കണ്ടെത്തുക എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ദൗത്യം. അതിന്റെ ഭാഗമായിട്ടാണ് സന്ദീപ് വാര്യർ, രഞ്ജിത പുളിക്കൽ, അഡ്വക്കേറ്റ് ബീന ജോസഫ് ഉൾപ്പെടെയുള്ളവരെ കണ്ടെത്താനുള്ള ഒരു നീക്കം പോലീസ് വേഗത്തിലാക്കിയിരിക്കുന്നത്. അതോടൊപ്പം ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ ഈ ചിത്രവും അധിക്ഷേപ പരാമർശങ്ങളും ഇടാൻ ആഹ്വാനം നൽകിയവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം തുടരുകയാണ്. അങ്ങനെയെങ്കിൽ കൂടുതൽ അറസ്റ്റുകൾ ഒരുപക്ഷെ ഇന്ന് തന്നെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് അറിയുന്നത്. ഞാനിവിടെ എനിക്ക് തോന്നുന്നു സാമാന്യം നിയമപരിജ്ഞാനമുള്ള വ്യക്തിയാണ് രാഹുൽ ഈശ്വർ. അഡ്വക്കേറ്റാണ്. അതുപോലെ തന്നെ മറ്റു പ്രതികളായിട്ടുള്ള ദീപ ജോസഫും സുപ്രീം കോടതി അഭിഭാഷകയാണ്. സൈബർ ക്രൈമുകളെ കുറിച്ച് വളരെ വ്യക്തമായി ബോധ്യമുള്ളവർ. ഇവർ തന്നെ ഉന്നയിക്കുന്ന വാദവും ഇതാണ്. കാരണം ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയിട്ടില്ല. സന്ദീപ് വാര്യരുടെ ഒരു ഫേസ്ബുക്കിലുണ്ടായിരുന്നു അവരുടെ വിവാഹ സമയത്തെ ചിത്രം പുറത്തുവിട്ടതിൽ ഇവർക്ക് പങ്കില്ല, സന്ദീപ് വാര്യർക്കും പങ്കില്ല. സന്ദീപ് വാര്യർ അതുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിശദീകരണവും നൽകിയിട്ടുണ്ട്. പക്ഷെ പിന്നെ എങ്ങനെ ഇവരെ ഈ കേസിൽ ഉൾപ്പെടുത്താൻ കഴിയും? ഈ ഇരയുടെ ഐഡന്റിറ്റി
വെളിപ്പെടുത്തിയിട്ടില്ല എന്ന് വ്യക്തമാണ്. മാത്രമല്ല അവരെ അധിക്ഷേപിച്ചു, സൈബറിടത്ത് അധിക്ഷേപിച്ചു, മാധ്യമങ്ങളുടെ അധിക്ഷേപിച്ചു. ഈ കുറ്റങ്ങൾക്കപ്പുറം ഇരയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന വിഷയത്തിൽ അല്ലെങ്കിൽ അത്തരമൊരു കുറ്റം ഇവർക്ക് മേൽ ചുമത്താൻ പോലീസിന് കഴിയുമോ? തീർച്ചയായിട്ടും കഴിയും എന്ന തരത്തിലുള്ള വിവരങ്ങളാണ് ലഭിക്കുന്നത്. കാരണം ഈ വിവാഹം നടന്നത് 2024 ഓഗസ്റ്റ് മാസത്തിലാണ്. ആ ഓഗസ്റ്റ് മാസത്തിലെ ഏത് തീയതിയിലാണ് വിവാഹം നടന്നതെന്നും താൻ ആ വിവാഹത്തിൽ പങ്കെടുത്തിരുന്നുവെന്നും സന്ദീപ് വാര്യർ പരസ്യമായി പ്രതികരിക്കുമ്പോൾ സ്വാഭാവികമായി സന്ദീപ് വാര്യറിന്റെ സമൂഹ മാധ്യമ അക്കൗണ്ടിൽ ആ ഡേറ്റിലുള്ള ചിത്രങ്ങൾ നോക്കുമ്പോൾ സന്ദീപ് വാര്യർ ഏത് വിവാഹത്തിൽ പങ്കെടുത്തതിന്റെ ചിത്രങ്ങളാണ് അവിടെ അപ്ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടെത്താൻ കഴിയും. അങ്ങനെ ഒരു കാര്യത്തിലുള്ള അവസരം ഒരുക്കി കൊടുത്തതിന് ശേഷമാണ് ഇങ്ങനെ ഒരു പരസ്യ പ്രതികരണം സന്ദീപ് വാര്യരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നാണ് വിലയിരുത്തൽ. അങ്ങനെയാണ് സന്ദീപ് വാര്യറും രാഹുൽ ഈശ്വറും ഈ ഗൂഢാലോചനയിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ടാകുന്നത്. അതിന് പിന്നാലെയാണ് യുവതി ഇതുമായി ബന്ധപ്പെട്ട് പരാതി നൽകുന്നത്. അതായത് ഇതിന് പിന്നിൽ കൃത്യമായി ഒരു കണക്ട് ചെയ്തുള്ള ഒരു ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്നതാണ് സംശയം. അങ്ങനെ സന്ദീപ് വാര്യർക്ക് ഈ ഡേറ്റ്, അതായത് കൃത്യമായി ഈ ഡേറ്റ് പരസ്യമാക്കുന്നതിലൂടെ മറ്റാളുകൾക്ക്, അതായത് പുറത്തു നിന്നുള്ള ആളുകൾക്ക്, രാഹുൽ അനുകൂലികൾക്ക് ഈ ചിത്രം കണ്ടെത്തുന്നതിനും അത് മറ്റു സ്ഥലങ്ങളിൽ പ്രചരിപ്പിക്കുന്നതിനുള്ള ഒരു സമയം ബോധപൂർവം ഉണ്ടാക്കി കൊടുത്തു, അതിനുള്ള ഒരു അവസരം ഉണ്ടാക്കി എന്നൊരു വിലയിരുത്തലാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ ഇപ്പോൾ എത്തിയിരിക്കുന്നത്. അതിനുശേഷം മറ്റ് പലരുടെയും ആവശ്യപ്രകാരം സന്ദീപ് വാര്യർ ഈ ചിത്രം നീക്കം ചെയ്യുകയായിരുന്നു, ഹൈഡ് ചെയ്യുകയായിരുന്നു. പക്ഷേ അതിനോടകം തന്നെ അതിന്റെ സ്ക്രീൻഷോട്ടുകൾ എടുത്തു വെച്ച ശേഷമാണ് ഈ ചിത്രം സമൂഹ മാധ്യമങ്ങളിലൂടെ കഴിഞ്ഞ 2 ദിവസത്തിനിടെ വ്യാപകമായി പ്രചരിക്കുന്ന സാഹചര്യം ഉണ്ടായത്. വ്യക്തമാണ്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതി നൽകിയ യുവതിയെ സമൂഹ മാധ്യമങ്ങളിലൂടെ അധിക്ഷേപിച്ചെന്ന കേസിൽ കോൺഗ്രസ് നേതാവ് സന്ദീപ് വാര്യർ ഉൾപ്പെടെയുള്ളവർക്ക് വേണ്ടിയുള്ള അന്വേഷണവും ഊർജിതമാക്കിയിട്ടുണ്ട്. അതിനിടെ രാഹുൽ ഈശ്വറിനെ തിരുവനന്തപുരത്തെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തി ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള ഈ യുവതിയെ അധിക്ഷേപിച്ച മൊബൈൽ ഫോൺ, ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ളവ പിടിച്ചെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയത്തിനകം രാഹുൽ ഈശ്വറിനെ പോലീസ് കോടതിയിൽ ഹാജരാക്കും. ആലപ്പുഴ കായംകുളത്ത് പിതാവിനെ വെട്ടിക്കൊന്ന അഭിഭാഷകനായ മകൻ ലഹരിക്ക് അടിമയെന്ന സൂചന. വാർത്തയിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. സ്പോട്ട് ലൈവ് തുടരുന്നു. ആലപ്പുഴ കായംകുളത്ത് പിതാവിനെ വെട്ടിക്കൊന്ന അഭിഭാഷകനായ മകൻ ലഹരിക്ക് അടിമയെന്ന സംശയം. പുല്ലുകുളങ്ങരയിൽ നടരാജനാണ് കൊല്ലപ്പെട്ടത്. ഭാര്യ സിന്ധുവിനും ഗുരുതരമായി പരിക്കേറ്റു. സംഭവത്തിൽ പ്രതി നവജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്ന്. ശരണ്യ, ഇന്നലെ രാത്രി ഏകദേശം ഒരു 9 മണിയോടുകൂടിയാണ് വീട്ടില് ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് അഭിഭാഷകനായ മകന്റെ പരാക്രമം ഉണ്ടായത്. അച്ഛനെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തുന്നു, അമ്മയ്ക്ക് നേരെ വധശ്രമം. പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. എന്താണ് ഈ ആക്രമണത്തിന് കാരണമെന്ന് വ്യക്തമായിട്ടുണ്ടോ? ഈ പ്രതി, ഈ അഭിഭാഷകൻ ലഹരിക്ക് അടിമ എന്ന രീതിയിലുള്ള ചില സൂചനകൾ, ചില സംശയം പോലീസിനുണ്ടോ? ഇതുമായി ബന്ധപ്പെട്ടതെങ്കിലും തെളിവുകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ടോമെ, അതിക്രൂരമായ കൊലപാതകം എന്ന് തന്നെ നമുക്ക് ഇന്നലത്തെ സംഭവത്തെ പറയാൻ കഴിയും. കാരണം ഇന്നലെ രാത്രി 9 മണിയോടെയാണ് കായംകുളം കനകക്കുന്ന് പോലീസ് സ്റ്റേഷന് കീഴിൽ പുല്ലുകുളങ്ങരയിൽ ഇത്തരത്തിലൊരു കൊലപാതകം നടന്നിട്ടുള്ളത്. നടരാജൻ എന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്. അത് സ്വന്തം മകനാണ് അച്ഛനെ കൊല ചെയ്തത് എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം. ലഹരി ഉപയോഗത്തെ തുടർന്നുള്ള തർക്കത്തെ, അതായത് ലഹരി ഉപയോഗിക്കുന്നതിനെ ചൊല്ലി ഉണ്ടായ സംഭാഷണത്തിലുണ്ടായ തർക്കത്തെ തുടർന്നാണ് മകൻ പിതാവിനെയും അമ്മയെയും വെട്ടിയത് എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. ഇയാള് വാക്കത്തി ഉപയോഗിച്ച് അച്ഛന്റെ തലയ്ക്ക് തുരുതുര വെട്ടുകയായിരുന്നു. അത്തരത്തിൽ ഒരുപാട് മുറിവുകൾ അദ്ദേഹത്തിന്റെ മുഖത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ് വളരെ ദുഃഖകരമായ ഒരു സംഭവം എന്ന് തന്നെ നമുക്ക് ഈ കായംകുളം പുല്ലുകുളങ്ങരയിൽ കേസിനെ പറയാൻ കഴിയും. അഭിഭാഷകനായ നവജിത്താണ് സ്വന്തം അച്ഛൻ നടരാജൻ എന്ന വ്യക്തിയെ വെട്ടി കൊലപ്പെടുത്തിയത്. ഒപ്പം തന്നെ അമ്മ സിന്ധുവിനെയും ഇയാൾ ആക്രമിച്ചു എന്നുള്ളതാണ്. 2 പേർക്കും ഗുരുതരമായ പരിക്ക് ഏറ്റിരുന്നു. ആശുപത്രിയിൽ എത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ നടരാജൻ മരിച്ചിരുന്നു എന്നുള്ളതാണ് സ്ഥിരീകരിക്കുന്നത്.
സ്ഥിരീകരിക്കുന്നത്. ഒപ്പം തന്നെ ആദ്യം ഇവരെ കായംകുളം താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചു. ഗുരുതര പരിക്കാണെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് വിദഗ്ധ ചികിത്സയ്ക്കായി മാറ്റാൻ ശ്രമിക്കുന്നതിനിടയിൽ തന്നെ നടരാജൻ മരണപ്പെട്ടു എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിച്ചു. അമ്മ സിന്ധുവിനും ഗുരുതരമായ പരിക്ക് ഏറ്റിട്ടുണ്ട്. അവരെ ഇപ്പോൾ പരുമലയിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഈ സംഭവത്തിന് ആസ്പദമായ കാര്യം നടക്കുന്നത് ഇന്നലെ രാത്രി 9 മണിയോടെയാണ്. ഈ 9 മണിക്ക് ആ സമയത്ത് ഈ മകന്റെ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചുള്ള തർക്കം ഈ രക്ഷകർത്താക്കളും മകനുമായി ഉണ്ടായി എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത്. ഈ ലഹരി ഉപയോഗത്തെ എതിർത്തതാണ് ഇത്രയും വലിയ പ്രകോപനത്തിലേക്ക് നയിച്ചത് എന്നുള്ളതാണ്. ഈ മാവേലിക്കര കോടതിയിൽ അഭിഭാഷകനാണ് ഈ കൊലപാതകം നടത്തിയ നവജിത്ത്. ഭാര്യ പ്രസവത്തിനായി ഇന്നലെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാനിരിക്കെയാണ് ഇത്തരത്തിൽ ഗുരുതരമായൊരു സംഭവം, അക്രമം ഇയാളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ്. ഈ സംഭവം, അതായത് അച്ഛനെ റോഡ് സൈഡിലുള്ള വീടാണ്, മറ്റ് സാമ്പത്തിക ബാധ്യതകളൊന്നുമില്ലാത്ത കുടുംബമാണ്, സുരക്ഷിതമായ സാഹചര്യത്തിൽ സാമ്പത്തിക സുരക്ഷിതത്വം ഒക്കെ ഉള്ളൊരു കുടുംബമാണ് എന്നുള്ളതാണ്. അതായത് ഇയാൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ല. ഈ ലഹരി ഉപയോഗത്തെ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്, തർക്കങ്ങളാണ് വീട്ടിൽ നിലനിന്നിരുന്നത് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അതിനുശേഷം പിന്നീട്, അതായത് അച്ഛനെയും അമ്മയെയും ഗുരുതരമായി വെട്ടിപ്പരിക്കേൽപ്പിച്ച ശേഷം ഈ നവജിത്ത് വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറി നിന്നു. 2ാം നിലയിൽ കയറി നിന്ന ഇയാൾ പിന്നീട് ആത്മഹത്യാ ഭീഷണിയും മറ്റ് ആക്രമണ ഭീഷണിയും ഒക്കെ മുഴക്കി. തുടർന്ന് വലിയ തോതിൽ അവിടെ ആ വീടിന്റെ മുൻഭാഗത്ത് ആളുകൾ തടിച്ചുകൂടി. അതിനുശേഷം ഈ രക്ഷകർത്താക്കളെ പുറത്തേക്ക് ഇറക്കാൻ ഉൾപ്പെടെ പോലീസ് ഉൾപ്പെടെ സ്ഥലത്തെത്തിയാണ് രക്ഷകർത്താക്കളെ പുറത്തേക്ക് എത്തുന്നത്. ആശുപത്രിയിലുമൊക്കെ വലിയ ജനക്കൂട്ടമായിരുന്നു. കാരണം ഈ സംഭവത്തെ തുടർന്ന് പോലീസ് നവജിത്തിനെ ഇന്നലെ രാത്രി തന്നെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു. അതിനുശേഷം നവജിത്തുമായി ഈ സംഭവ സ്ഥലത്തേക്ക് എത്താൻ ശ്രമിച്ച സമയത്ത് ജനങ്ങളുടെ പ്രതിഷേധത്തെ തുടർന്ന് പിന്നീട് അയാളെ തിരികെ കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിൽ ഉള്ള ഒരു സംഭവമാണ് കായംകുളത്ത് ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ ലഹരി ഉപയോഗത്തെ എതിർത്തതിനെ തുടർന്ന്, കാരണം ഇയാള് അച്ഛനെയും അമ്മയും വെട്ടി പരിക്കേൽപ്പിച്ച ശേഷം വീടിന്റെ ടെറസിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ആത്മഹത്യാ ഭീഷണിയും പിന്നീട് അക്രമ ഭീഷണിയും ഒക്കെ മുഴക്കുമായിരുന്നു. അങ്ങനെ കുറേ നേരം എടുത്താണ് പോലീസ് ഇയാളെ കീഴ്പ്പെടുത്തി അവസാനം താഴേക്ക് കൊണ്ടുവരുന്നത്. അച്ഛന്റെ പരിക്കെന്ന് പറയുന്നത് തലയ്ക്കാണ് ഏറ്റ, വെട്ട് മുഴുവൻ തലയ്ക്കാണ് ഏറ്റ. അത് ആവർത്തിച്ച് വെട്ടിയതായിട്ടാണ് നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടപ്പോൾ മനസ്സിലാക്കുന്നത്. അത്ര വലിയ ഗുരുതരമായ പരിക്കാണ് പിതാവിന് ഇയാൾ വെട്ടി ഏൽപ്പിച്ചത് എന്നുള്ളതാണ്. കണ്ണിന്റെ ഭാഗത്തൊക്കെ ആഴത്തിലുള്ള വെട്ടേറ്റ മുറിവ് അദ്ദേഹത്തിന്റെ തലഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അതിദാരുണമായ സംഭവമാണ് ഉണ്ടായിട്ടുള്ളത്. ലഹരി ഉപയോഗത്തെ എതിർത്ത രക്ഷകർത്താക്കളെയാണ് അഭിഭാഷകനായ 32-കാരൻ നവജിത്ത് വെട്ടി പരിക്കേൽപ്പിച്ച് അതിൽ പിതാവ് മരണപ്പെടുകയും ചെയ്തു. കാര്യം, ഒരു അഭിഭാഷകൻ ഈ ലഹരിയെക്കുറിച്ചും ലഹരിയുടെ ദൂഷ്യഫലങ്ങളെക്കുറിച്ചൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്ന, വളരെ നിയമപരിജ്ഞാനമുള്ള ഒരു വ്യക്തി എങ്ങനെയാണ് ഇയാൾ ലഹരിക്ക് അടിമയായത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും ഏറെ ദൗർഭാഗ്യകരമായൊരു കാര്യം, ഈ പ്രതിയുടെ, ശരണ്യ സൂചിപ്പിച്ചതനുസരിച്ച് പ്രതിയുടെ ഭാര്യ പ്രസവത്തിനായ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കേണ്ട ദിവസം നടന്ന അതിക്രൂരമായ ഒരു കൊലപാതകം. ഇതിന്റെ നടുക്കും ഒരുപക്ഷെ കുടുംബാംഗങ്ങൾക്കുണ്ടാകും, നാട്ടുകാർക്കുണ്ടാകും. ഈ വീട്ടില് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് സ്ഥിരം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തരം അക്രമവാസന ഉണ്ടായിരുന്ന വ്യക്തിയായിരുന്നു പ്രതി നവജിത്ത്. നവജിത്ത് ലഹരിക്ക് അടിമയായിരുന്നു എന്നുള്ളതാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. ഇയാള് നിരന്തരം വീട്ടിൽ അത്തരത്തിൽ ഈ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള തർക്കങ്ങൾ ഉണ്ടാകാറുണ്ടായിരുന്നു. പിതാവിൽ നിന്നും അത്തരത്തിൽ ഇതിനെ എതിർത്തുകൊണ്ടുള്ള സംഭാഷണങ്ങൾ ഉണ്ടാവാറുണ്ടായിരുന്നു എന്നുള്ളതാണ് പോലീസ് നമ്മളോട് വ്യക്തമാക്കിയത്. കനകക്കുന്ന് പോലീസിന്റെ ഇന്നലെ തന്നെ, അതായത് ഈ കൊലപാതകം നടത്തി റോഡ് സൈഡിൽ തന്നെയുള്ള വീടാണ്. അതുകൊണ്ട് തന്നെ ഈ ശബ്ദവും ബഹളവും ഒക്കെ ആളുകൾ കേട്ട് അവിടെ വലിയ തോതിൽ ആൾക്കൂട്ടം തടിച്ചുകൂടുകയും ഇയാൾ വീടിന്റെ 1ാം നിലയിലേക്ക് കയറി അവിടെ നിന്നിട്ട് ഭീഷണി മുഴക്കുകയുമാണ് ചെയ്തുകൊണ്ടിരുന്നത്. തുടർന്ന് ആ സമയത്തും ഇയാളുടെ കയ്യിൽ ഈ വാക്കത്തി ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇത് വെച്ചാണ് ഈ രക്ഷകർത്താക്കളെ ആക്രമിച്ചത്. എല്ലാവർക്കും തലയ്ക്കൊക്കെയാണ് പരിക്ക് ഏറ്റിട്ടുള്ളത്. അപ്പോൾ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലാണെങ്കിലും അച്ഛനൊക്കെ ഏറ്റ പരിക്കെന്ന് പറഞ്ഞാൽ ഏറ്റവും അധികം മാരകമായ സ്വന്തം മകൻ. അപ്പോൾ തന്നെ ആ ഒരു ബോധനില മനസ്സിലാക്കാൻ കഴിയാവുന്നതാണല്ലോ കേട്ടോ. കാരണം തലയ്ക്കാണ് ആവർത്തിച്ച് അദ്ദേഹത്തെ കാണുമ്പോൾ തന്നെ നമ്മൾ ഭയന്നു പോകും. ആ രീതിയിലുള്ള മുറിവായിരുന്നു അദ്ദേഹത്തിന്റെ തലഭാഗത്ത് ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ബോധാവസ്ഥയിലാണ് സ്വന്തം പിതാവിനെ നവജിത്ത് ആക്രമിച്ചത് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. പോലീസ് പറയുന്നതും അത് തന്നെയാണ്. ഇയാൾ ലഹരിക്ക് അടിമയാണ്. ഇയാളുടെ ലഹരി ഉപയോഗം തന്നെയാണ് ആ വീട്ടിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചതെന്നുള്ളതാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ
ഭാര്യയെ പ്രസവത്തിനായി ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ഇരുന്ന ദിവസമാണ് സ്വന്തം മാതാപിതാക്കളോട് ഇത്തരത്തിലുള്ള അതിക്രൂരമായ കാര്യങ്ങൾ നവജിത്തിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളതെന്നാണ്. സ്വബോധാവസ്ഥയിലല്ല, ഈ പറഞ്ഞതുപോലെ തന്നെ ലഹരി ഉപയോഗത്തിന്റെ മൂർധന്യ അവസ്ഥയിൽ തന്നെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഇന്നലെ മെഡിക്കൽ അടക്കമുള്ള പരിശോധനകളിലേക്ക് ഇയാളെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ലഹരി ഉപയോഗിക്കുന്ന ആളാണ് എന്നുള്ളതാണ് കൊലപ്പെടുത്തുക എന്നൊരു ഉദ്ദേശത്തോടുകൂടി നടത്തിയ ആക്രമണമായിരിക്കും അതോ പെട്ടെന്നുള്ള ഒരു പ്രകോപനം, ഈ ലഹരിയുടെ ഒരു അടിമത്തത്തിൽ നടത്തിയ ഒരു പ്രകോപനത്തിൽ നടത്തിയ കൊലപാതകം എന്നാണോ കരുതേണ്ടത്? മാത്രമല്ല, ഈ പ്രതിയുടെ നവജിത്തിന്റെ അമ്മയുടെ ആരോഗ്യനില എങ്ങനെയാണ്? അവരെയും ക്രൂരമായി പ്രതി വെട്ടിപ്പരിക്കേൽപ്പിച്ചിരുന്നല്ലോ. തീർച്ചയായിട്ടും ടോമെ, പോലീസ് ഇന്നലെ തന്നെ നമ്മളോട് പറഞ്ഞത് ലഹരി ഉപയോഗത്തിന്റെ അബോധാവസ്ഥ തന്നെയാണ് കാണിച്ച് കൂട്ടിയത് എന്നുള്ളതാണ്. കാരണം ഈ രീതിയിൽ ഇനി ഏത് തരത്തിലുള്ള ലഹരിയാണ് ഉപയോഗിക്കുന്നത്, എവിടെ നിന്ന് ലഭ്യമാകുന്നത് അടക്കമുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കണം. കാരണം വിദ്യാഭ്യാസമില്ലാത്ത ഒരാളൊന്നുമല്ല, അഭിഭാഷകനാണ്, നിയമവശങ്ങളെക്കുറിച്ച് കൃത്യമായി അറിയാവുന്ന ആളാണ്, മാവേലിക്കർ കോടതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ്. അപ്പോൾ അങ്ങനെ LLB ബിരുദധാരിയായിട്ടുള്ള ഒരാളാണ്, നിയമത്തെക്കുറിച്ച് എല്ലാ വശങ്ങളും അറിയാവുന്ന ഒരാളാണ്. ഇങ്ങനെ സ്വന്തം രക്ഷകർത്താക്കളെ ഇത്തരത്തിൽ അതിക്രൂരമായി ആക്രമിക്കുകയും അമ്മയുടെ നിലയും അതീവ ഗുരുതരമാണ് എന്നുള്ളതാണ്. അച്ഛൻ ഇന്നലെ അവിടെ ആ സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു. അതായത് ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു, ചികിത്സ നൽകാനായി ശ്രമിച്ചു, പക്ഷെ അദ്ദേഹം മരണപ്പെട്ടിരുന്നു എന്നുള്ളതാണ് പോലീസ് പറയുന്നത്. അത്തരത്തിൽ അതിക്രൂരമായി അച്ഛനെ പരിക്കേൽപ്പിച്ച ശേഷം പിന്നീട് അമ്മയെ കൂടി ആക്രമിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടായി എന്നുള്ളതാണ്. അപ്പോൾ അത് ഒരു തീർച്ചയായും ഈ ലഹരി ഉപയോഗത്തിന്റെ ഭാഗമായി ഉണ്ടായ സംഭവമാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. അത്തരം ലഹരിക്ക് അടിമപ്പെട്ട് തന്നെയാണ് സ്വന്തം രക്ഷകർത്താക്കളെ ഏറ്റവും ഒടുവിൽ ഇത്തരത്തിൽ ആയുധം ഉപയോഗിച്ച്, വാക്കത്തി ഉപയോഗിച്ച് അതിക്രൂരമായ രീതിയിൽ, അതിദാരുണമായ രീതിയിൽ കൊലപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് നവജിത്തിനെ കൊണ്ട് എത്തിച്ചത് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. എന്തായാലും നവജിത്തുമായി ബന്ധപ്പെട്ടുള്ള ഈ സംഭവം, അതായത് ഇന്നലെ രാത്രി 9 മണിയോടെയാണ് ഈ വിവരം നമുക്കെല്ലാവർക്കും ലഭ്യമായി തുടങ്ങിയത്. ആ സമയത്ത് തന്നെ ആശുപത്രിയിലൊക്കെ വലിയ ആൾക്കൂട്ടം ഈ കേസുമായി ബന്ധപ്പെട്ട് ഇവരെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന നാട്ടുകാരെ ചേർന്നാണ് ഇവരെ ആശുപത്രിയിലൊക്കെ എത്തിക്കുന്നത്. അപ്പോൾ ആശുപത്രിയിലേക്ക് എത്തിക്കുന്ന ഘട്ടത്തിൽ തന്നെ ചോരയിൽ കുളിച്ചു കിടക്കുന്ന രക്ഷകർത്താക്കളെയാണ് നമ്മൾ കണ്ടത്. അത്ര നമുക്ക് അച്ഛൻ്റെ ദൃശ്യങ്ങളൊന്നും കണ്ടു നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിലുള്ള അതിക്രൂരമായ രീതിയിൽ മകൻ ആക്രമിച്ചു എന്നുള്ളതാണ്. അത് ലഹരിയുടെ ഭാഗം തന്നെയാണ്. ലഹരി ഉപയോഗത്തിന്റെ മറ്റൊരു വിപത്ത് എന്ന് തന്നെ കായംകുളത്തെ സംഭവത്തെ നമുക്ക് ചൂണ്ടിക്കാട്ടാം. അത്തരത്തിൽ അതിക്രൂരമായ ഒരു സംഭവം സ്വന്തം രക്ഷകർത്താക്കൾക്ക് മകനിൽ നിന്നും നേരിടേണ്ടി വന്നു എന്നുള്ളതാണ് കേട്ടോ. വ്യക്തമാണ്. ശരണ്യ സ്നേഹജനാണ് ആലപ്പുഴയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. കൊച്ചി കളമശ്ശേരിയിൽ കണ്ടെത്തിയ അജ്ഞാത മൃതദേഹം കുവൈത്ത് മദ്യ ദുരന്തത്തിനിരയായ സൂരജ് ലാമയുടേതാണോ എന്ന് കണ്ടെത്താൻ ശാസ്ത്രീയ പരിശോധന ഇന്ന് നടക്കും. അതിനിടെ സൂരജ് ലാമയുടെ തിരോധാനത്തിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ മകൻ സാന്റൻ രാമ രംഗത്തെത്തി. മാനസിക വെല്ലുവിളി നേരിടുന്ന പിതാവിനെ പോകാൻ അനുവദിച്ചു. മാധ്യമങ്ങളിൽ വാർത്ത വന്നപ്പോൾ അജ്ഞാതനെന്നത് സൂരജ് ലാമയെന്ന് മാറ്റിയെന്നും പിതാവിനെ ജീവനോടെ കണ്ടെത്തി തരുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ ഉറപ്പ് നൽകിയിരുന്നതായും സാന്റൻ രാമ പ്രതികരിച്ചു. My only concern is two things. First thing is the police, the finest in Kerala, as per Devan Ramachandran, the Justice Deva Ramachandran, right, who is fighting my case. The judge, High Court judge, he himself had promised me, saying that the finest will find him. They literally found his body now, no bro. And it's been literally 10 days I left Kerala. Literally been 10 days I left Kerala. I was searching HMT, Kalmasheri, Pipeline, Ernakulam Medical, that road. Every road I have gone through. Every single gully I have gone through personally. I have gone with the police. So it's not that police didn't do their job. I even took a canine unit and I went, like the dogs themselves, to sniff and find out if there is a body decaying or no. How come I didn't find that body, man? That body was seen half kilometer away from where that spot is right now. According to me and according to the justice himself, I feel no, the cops have done everything possible. It is not the cops' fault. It is the system's fault. If Ernakulam Medical College had not let my father go, we wouldn't be here. If it is just a body which is just wearing shorts, based on only that, it's not even DNA, it's not even blood sample, nothing. Only with shorts they have confirmed that it is his body. Because one of the cops who I trust a lot, he has seen my father's pictures. How he used to be, how he became during the incident, how he's become after he landed in Kerala. That's like a big difference. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, മരിച്ചത് സൂരജ് ലാമയാണോ എന്ന് ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അതിന്റെ പരിശോധന നടക്കുന്നുണ്ട്. അതിനിടെ ഈ മകൻ സാന്റൻ ലാമ
കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണം ഉന്നയിക്കുന്നു. മാനസിക വെല്ലുവിളിയുള്ള ആളെ എന്തുകൊണ്ടാണ് ഇങ്ങനെ പുറത്തു പോകാൻ അനുവദിച്ചത്? പോലീസിന്റെ ഭാഗത്തും പോലീസിനെതിരെയും ഇയാൾ ആരോപണം ഉന്നയിക്കുന്നുണ്ടോ? എന്താണ് കുടുംബം പറയുന്നത്? വലിയ ആരോപണമാണ് സാന്റല്ലാമ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ ഉന്നയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും കുവൈത്ത് മദ്യ ദുരന്തവുമായി ബന്ധപ്പെട്ട ഓർമ്മശക്തി നഷ്ടപ്പെട്ട ശേഷമാണ് ഈ സൂരജ് ലാമയെ കേരളത്തിലേക്ക് കൊച്ചിയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്നത്. ബാംഗ്ലൂരിലേക്ക് ഡീപ്പോർട്ട് ചെയ്യേണ്ടിയിരുന്ന ആളെ കൊച്ചിയിലേക്ക് ഡീപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യവും അത്തരത്തിലൊരാളെ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് എത്തിയപ്പോൾ മാനസിക അസ്വാസ്ഥ്യം നേരിടുന്ന അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരാളെ എങ്ങനെയാണ് തനിച്ച് അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ അനുവദിച്ചത് എന്നുള്ളൊരു വലിയ ചോദ്യമാണ്. അത് ഈ ആരോഗ്യ പ്രവർത്തകരുടെ ആരോഗ്യ മേഖലയുടെ വലിയ ഉത്തരവാദിത്തമില്ലായ്മയിലേക്ക് വിരൽ ചൂണ്ടുന്ന ഒന്ന് തന്നെയാണ്. അതിനകത്ത് ഒരു തർക്കവുമില്ല. അദ്ദേഹം പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് നമ്മൾ കേട്ടതാണ്. കൃത്യമായി ഈ ആശുപത്രി വിടാൻ അദ്ദേഹത്തെ അനുവദിച്ചില്ലായിരുന്നെങ്കിൽ സൂരജ് ലാമ ഇപ്പോഴും കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തന്നെ കാണുമായിരുന്നു. ഈ പറയുന്ന മൃതദേഹം ഐഡന്റിഫൈ ചെയ്യുന്നത് വരെ അല്ലെങ്കിൽ സൂരജ് ലാമയുടേതാണ് എന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ പോലും അത് വലിയൊരു ഉത്തരവാദിത്തമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ആ വിഷയവുമായി ബന്ധപ്പെട്ടുള്ളത് എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. അതുമാത്രമല്ല, പോലീസ് വിവിധ തരത്തിലുള്ള അന്വേഷണം നടത്തിയിരുന്ന സാഹചര്യത്തിലും പോലീസിനെതിരെ രൂക്ഷമായ വിമർശനവും ഉന്നയിച്ചാണ് ഹൈക്കോടതി രംഗത്തെത്തിയിരിക്കുന്നത്. ഹൈക്കോടതി ഇതുമായി സർക്കാർ സൂരജ് ലാമയുടേതെന്ന് തോന്നുന്ന തരത്തിലുള്ളൊരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. പരിശോധനകൾ നടന്നു വരുന്നതേയുള്ളൂ. ഈ പരിശോധനയ്ക്ക് ശേഷമേ ഇത് വ്യക്തമാവുകയുള്ളൂ എന്നുള്ള കാര്യം ഹൈക്കോടതി അറിയിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. അപ്പോൾ തന്നെ ഹൈക്കോടതി അതുമായി ബന്ധപ്പെട്ട് ചോദിച്ചത് ഇങ്ങനെയാണ്: ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന സ്ഥലമാണത്. ഈ സ്ഥലം എങ്ങനെയാണ് പോലീസിന് നിരീക്ഷണമില്ലാതെ ഇത്തരത്തിൽ വെറുതെ ഇടുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ്? ഒരു മൃതശരീരം അവിടെ വീണിട്ട് 1.5 മാസം എടുത്തു, അല്ലെങ്കിൽ 1 മാസം പഴക്കമുള്ള ഒരു മൃതശരീരമാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയതെന്ന് പറയുന്നു. ആ ഒരു സാഹചര്യത്തിൽ എത്ര മൃതദേഹങ്ങൾ അവിടെ ഉണ്ടാകും? ആരെയൊക്കെ കൊന്ന് അവിടെ കൊണ്ടുവന്ന് ഇട്ടിട്ടുണ്ടാകും? ഇത് സൂരജ് ലാമയുടെ മൃതദേഹം അല്ലെങ്കിൽ ആരുടേതെന്ന് കൃത്യമായി പോലീസ് കൺഫേം ചെയ്യണം. ഇത്തരത്തിൽ വിമർശനങ്ങളുടെ ഒരു പെരുമഴ തന്നെയായിരുന്നു ഹൈക്കോടതിയിൽ നിന്നും പോലീസിന് നേർക്കുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയം. അതുമാത്രമല്ല, ഇതുമായി ബന്ധപ്പെട്ട പോലീസ് വ്യക്തമായ മറുപടി നൽകണം, വിശദീകരണം നൽകണമെന്നും ഹൈക്കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. ഹൈക്കോടതിയിൽ ഈ സൂരജ് ലാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സാന്റല്ലാമ നൽകിയ ഹേബിയസ് കോർപ്പസ് ഹർജിയുടെ അടിസ്ഥാനത്തിലാണ് ഹൈക്കോടതി പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് സൂരജ് ലാമയെ കണ്ടെത്തണമെന്ന ഉത്തരവിടുന്നത്. അതിനുശേഷം പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ നേതൃത്വത്തിൽ സൂരജ് ലാമയെ അന്വേഷിച്ചു വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എന്നിരുന്നാലും കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ സമീപത്തു നിന്ന് കിട്ടിയ CCTV ദൃശ്യം, അതായത് അദ്ദേഹം ഒക്ടോബർ 10-ാം തീയതി അദ്ദേഹം അവിടെ ഉണ്ടായിരുന്നു എന്ന് വ്യക്തമാക്കുന്ന CCTV ദൃശ്യം മാത്രമാണ് ഈ മൃതദേഹം സൂരജ് ലാമയുടേതായിരിക്കാം എന്നുള്ള അഭ്യൂഹങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്നത്. അല്ലാതെ മറ്റൊരു തെളിവുമില്ല. ഈ ബ്ലഡ് സാമ്പിളോ മറ്റുള്ള സാഹചര്യങ്ങളോ ഒന്നും പരിശോധിച്ചിട്ടില്ല, അല്ലെങ്കിൽ ശാസ്ത്രീയമായ മറ്റു പരിശോധനകൾ നടന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ സൂരജ് ലാമയാണ് എന്നത് ഉറപ്പിക്കാൻ കഴിയില്ല എന്ന് മകനും പറയുന്നുണ്ട്. മകനും അത് ഐഡന്റിഫൈ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. എന്നിരുന്നാലും 1 മാസം പഴക്കമുള്ള ഒരു മൃതശരീരം ഇത്രകാലം, അതും HMDയുടെ ഈ പറയുന്ന ജുഡീഷ്യൽ സിറ്റി വരാൻ പോകുന്ന ഭാഗത്ത് കിടന്ന ഒരു സാഹചര്യത്തിൽ അത് ജീർണിച്ചു തുടങ്ങി. അങ്ങനെ പോലീസിന്റെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ ആജ്ഞ? കാരണം ഇതുവരെയും മരിച്ചതാരാണെന്ന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഇനി സൂരജ് ലാമയാണ് മരിച്ചതെങ്കിൽ എങ്ങനെ മരിച്ചുവെന്ന് കണ്ടെത്തണം. അത്തരം കാര്യങ്ങളിൽ പോലീസ് എന്താണ് ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിശദീകരണം? സ്വാഭാവികമായും ഹൈക്കോടതി ഉൾപ്പെടെ ഈ കേസിൽ ഇടപെട്ട സാഹചര്യത്തിൽ പോലീസിന് ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ കഴിയില്ലല്ലോ. കഴിഞ്ഞ ദിവസം ടോം ഇതുമായി ബന്ധപ്പെട്ട ആലുവ DYSP രാജേഷ് നമ്മളോട് പ്രതികരിച്ചത്. അന്വേഷണ സംഘം ഊർജിതമായി ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിയിരുന്നു. അതായത് ആലുവ മെട്രോ സ്റ്റേഷനിൽ നിന്നുമാണ് കളമശ്ശേരിയിലേക്ക് മെഡിക്കൽ കോളേജിലേക്ക് സൂരജ് ലാമയെ പോലീസ് തന്നെയാണ്, നെടുമ്പാശ്ശേരി പോലീസ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് ഈ മിസ്സിംഗ് ആയി എന്നുള്ളതല്ലാതെ ആ സമയത്ത് അദ്ദേഹം മിസ്സിംഗ് ആയി എന്ന് ഐഡന്റിഫൈ ചെയ്തിരുന്നില്ല. പക്ഷേ ഓർമ്മ തെറ്റുള്ള ഒരാളെ, ഈ ആലുവ മെട്രോ സ്റ്റേഷന്റെ ഭാഗത്ത് അലഞ്ഞു തിരിഞ്ഞ് നടന്നിരുന്ന ഒരാളെ ഈ പറയുന്ന നെടുമ്പാശ്ശേരി പോലീസാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് ഒരു ആംബുലൻസ്
ആംബുലൻസിൽ തനിച്ചാണ് കയറ്റിവിട്ടത്. അതും ശ്രദ്ധേയമാണ്. അതിനുശേഷമാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്ന് ഇദ്ദേഹം അന്ന് അജ്ഞാതൻ എന്നാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ രേഖകളിൽ സൂരജ് ലാമയെ പറ്റി രേഖപ്പെടുത്തിയത്. പിന്നീട് അത് ഈ സാൻഡൽ ലാമ അതിന്റെ വാർത്തയുമായി ബന്ധപ്പെട്ടും എൻക്വയറിയുമായി ബന്ധപ്പെട്ടും വന്നിരുന്ന ഒരു സാഹചര്യത്തിൽ അത് പിന്നീട് സൂരജ് ലാമ എന്ന് തിരുത്തുകയുണ്ടായി. എന്നിരുന്നാലും അജ്ഞാതനായ ഒരാളെ, ഓർമ്മത്തെറ്റുള്ള ഒരാളെ റോഡിലേക്ക് ഇറക്കിവിട്ട കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർക്ക് ചെറിയ ഉത്തരവാദിത്തമല്ല. സൂരജ് ലാമയാണ് മരിച്ചതെങ്കിലും അദ്ദേഹം ഇപ്പം മിസ്സിംഗ് ആയിരിക്കുന്ന സാഹചര്യത്തിലും ചെറിയ ഉത്തരവാദിത്തമല്ല ഈ മെഡിക്കൽ കോളേജിന്റെ അധികൃതർക്കുള്ളത്. അതുപോലെ തന്നെ പോലീസിനും. കാരണം നിരവധി തവണ സാൻഡൽ ലാമ നിയമവൃത്തങ്ങളിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിലും നെടുമ്പാശ്ശേരിയിലും കമ്മീഷണർ ഓഫീസിലും ഒക്കെ കയറി ഇറങ്ങിയ ശേഷമാണ് ഹേബിയസ് കോർപ്പസുമായി ഹൈക്കോടതിയിൽ എത്തുന്നത്. ഹേബിയസ് കോർപ്പസ് ഫയൽ ചെയ്ത ശേഷം മാത്രമാണ് ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ സൂരജ് ലാമയെ കണ്ടെത്താനുള്ള നീക്കങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും അടിയന്തരമായി ഉണ്ടാകണം, അതിന് പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഉത്തരവിടുന്നത്. അതിനുശേഷമാണ് പോലീസ് ഈ വിഷയത്തിൽ ഊർജിതമായി അന്വേഷണം നടത്തിയിരുന്നത് എന്ന് പറയുന്ന സാഹചര്യത്തിലും അന്വേഷണം ആയിരുന്നെങ്കിൽ എങ്ങനെയാണ് 1 മാസത്തെ പഴക്കത്തോടെ കൂടി ഒരു മൃതശരീരം ഈ പറയുന്ന സൂരജ് ലാമയെ മിസ്സായി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അവസാന ഘട്ടത്തിൽ അദ്ദേഹം ഉണ്ടായിരുന്നു, CCTVയിൽ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഭാഗത്തു നിന്നും കണ്ടെത്തുന്നത് എന്നുള്ള ചോദ്യം ബാക്കിയാവുകയാണ്. കാരണം ഒക്ടോബർ 10-ാം തീയതിയാണ് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും അദ്ദേഹം പോയത്. അവിടുന്ന് നമ്മൾ ഈ മൃതദേഹം കണ്ടെത്തിയതുമായുള്ള ദൂരത്തിൽ നിന്ന് ഏതാണ്ട് 1.5 കിലോമീറ്റർ ദൂരമേ ഉള്ളൂ എന്നാണ് മനസ്സിലാക്കുന്നത്. അത്രയും ദൂരത്ത് ഒരാൾ, ഈ ഓർമ്മത്തെറ്റുള്ള ഒരാൾ, അദ്ദേഹം ഈ പറഞ്ഞ പോലെ ഓർമ്മ തെറ്റ് ഉണ്ടായ സാഹചര്യത്തിൽ ബോധമില്ലാതെ താഴേക്ക് പോയതായിരിക്കും. നമ്മളൊരു ചതുപ്പിലേക്ക് അദ്ദേഹം ഉരുണ്ട് വീണ് പോയതായിരിക്കാം. അതല്ലെങ്കിൽ തിരിച്ചു കയറാനുള്ള സാഹചര്യമില്ലായിരിക്കാം, അനാരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അത്തരം സാഹചര്യത്തിലൊക്കെ അതും ആശുപത്രിയിൽ നിന്നും തനിയെ ഒരാളെ പുറത്തേക്ക് വിടുക, അയാളെ അന്വേഷിക്കാതിരിക്കുക, അയാൾ എവിടെ പോയി എന്ന് അന്വേഷിക്കാതിരിക്കുക, തനിച്ചുള്ള ഒരാളെ അയാളെ മറ്റ് ആരെങ്കിലും അന്വേഷിച്ച് വരുന്നവരെ സുരക്ഷിതരായി കീപ്പ് ചെയ്യാതിരിക്കുക തുടങ്ങിയ നിരവധി ആരോപണങ്ങൾ കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർക്ക് നേരെ ഉയരുന്നുണ്ട്. അത് തന്നെയാണ് മകൻ സാൻഡൽ ലാമയും പറയുന്നത്. അതുമാത്രമല്ല പോലീസിന്റെ ഭാഗത്തുനിന്ന് വീഴ്ചയുണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തൽ. അത് ഹൈക്കോടതി അതിരൂക്ഷമായി തന്നെയാണ് ഹൈക്കോടതി വിമർശിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും ഈ ഭാഗത്ത് എത്ര മൃതദേഹങ്ങൾ ഉണ്ടായിരിക്കും, നിങ്ങൾ അറിയാതെ പോയിട്ടുള്ള എത്ര മൃതദേഹങ്ങൾ ഉണ്ടായിരിക്കും, മൃതദേഹങ്ങൾ എങ്ങനെയാണ് ഒരു മൃതദേഹം വന്നത്, ഇനിയും ആരെങ്കിലുമൊക്കെ ഇവിടെ കൊന്നു ഇടുന്നുണ്ടെങ്കിൽ തന്നെ അറിയാൻ കഴിയുന്നില്ലേ എന്നൊക്കെ കോടതി ചോദിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. ഇത് മാത്രമല്ല സൂരജ് ലാമയുടെ മൃതദേഹമല്ലാതെങ്കിൽ അത് ആരുടേതാണ് എന്ന് വ്യക്തമാക്കണം, അന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഇതിൽ വ്യക്തമായ വിശദീകരണം പോലീസ് കോടതി നൽകേണ്ട ഇതുമായി പ്രധാനമായ ചോദ്യങ്ങളാണ് ഈ കേസുമായി ബന്ധപ്പെട്ട്, സൂരജ് ലാമയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് കോടതി ചോദിച്ചിരിക്കുന്നത്. പോലീസിനും കളമശ്ശേരി മെഡിക്കൽ കോളേജ് അധികൃതർക്കും ഈ കേസിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്നും അങ്ങനെ ഒഴിഞ്ഞുമാറാൻ കഴിയില്ല. എന്തായാലും കോടതിയുടെ കൃത്യമായ നിരീക്ഷണമുണ്ട്. എന്താണ് സൂരജ് ലാമയ്ക്ക് സംഭവിച്ചതെന്ന കാര്യത്തിൽ വ്യക്തത വരണം. തിരുവനന്തപുരം ചിറയൻകീഴിൽ വീടിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന വാഹനം കത്തി നശിച്ചു. ഓട്ടോയും 2 ബൈക്കുകളും ഒരു സ്കൂട്ടറുമാണ് കത്തി നശിച്ചത്. BJP പ്രവർത്തകന്റെ വീട്ടിലായിരുന്നു ആക്രമണം. തീ വെച്ചതാണോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. വിവരങ്ങളുമായി അഭിലാഷ് ആറ്റിങ്ങൽ ചേരുന്നുണ്ട്. അഭിലാഷ്, ഇത് എപ്പോഴായിരുന്നു സംഭവം? രാഷ്ട്രീയ വിരോധമാണോ ആക്രമണത്തിന് പിന്നിൽ? എന്തെങ്കിലും തെളിവുകൾ, സൂചനകൾ ഈ കേസുമായി ബന്ധപ്പെട്ട് പോലീസിന് ലഭിച്ചിട്ടുണ്ടോ? ഇന്നലെ രാത്രി 1 മണിയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. ചിറയൻകീഴിലെ ഓട്ടോറിക്ഷ ഡ്രൈവറും RSSന്റെ ഒരു സജീവ പ്രവർത്തകനും കൂടിയായ ബാബു എന്ന വ്യക്തിയുടെ വീട്ടിലായിരുന്നു വാഹനങ്ങൾ കത്തി നശിച്ചത്. ഒരു ഓട്ടോറിക്ഷയും 2 ബൈക്കുകളും ഒരു സ്കൂട്ടിയുമാണ് ഈ നാശം സംഭവിച്ചത്. ഈ രാത്രി ഫയർഫോഴ്സ് ഇന്നലെ രാത്രി തന്നെ സ്ഥലത്തെത്തിയിരുന്നു. അപ്പോഴേക്കും വാഹനങ്ങൾ പൂർണ്ണമായും കത്തി നശിച്ചിരുന്നു എന്നാണ്. ദിവസങ്ങൾക്ക് മുമ്പ് ഈ ബാബുവിന്റെ വീടിന് മുന്നിൽ 2 പേർ ഇരുചക്ര വാഹനത്തിൽ വന്നതായും ഇവർ ബാബുവിന്റെ വീടാണോ ഇത് എന്ന് പ്രദേശവാസികളായ ആളുകളോട് ചോദിച്ചതായും പറയുന്നുണ്ട്. ഇത് സംബന്ധിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട്. എന്നിരുന്നാലും ഇത് ഏറെ പ്രധാനമായി ഇപ്പൊ നമുക്ക് പറയാൻ സാധിക്കുന്നത് ഇത് 2ാമത്തെ തവണയാണ്, കഴിഞ്ഞ ഒരാഴ്ചയ്ക്കിടെ 2ാം തവണയാണ് ചിറയൻകീഴിൽ ഇത്തരത്തിൽ ഒരു ആക്രമണം, തീ വെച്ച് ആക്രമിക്കുന്ന രീതിയിലുള്ള സംഭവം ഉണ്ടാകുന്നത്. ഇതിനു മുന്നേ ഈ കഴിഞ്ഞ 17ാം വാർഡിലെ ഒരു BJP സ്ഥാനാർത്ഥിയായ ടിൻഡുവിന്റെ
വീടിന്റെ ഡോറ് കത്തിക്കാൻ ശ്രമിക്കുകയും ഇത് ഈ ശബ്ദം കേട്ട് വീട്ടിലുള്ളവർ പുറത്തിറങ്ങിയപ്പോൾ ഈ രണ്ടുപേർ ഓടി രക്ഷപ്പെടുന്നത് CCTV-യിൽ ദൃശ്യങ്ങൾ ലഭിക്കുകയും ചെയ്തിരുന്നു. ഈ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചുകൊണ്ട് തന്നെ പോലീസ് അന്വേഷണം നടത്തിയെങ്കിലും ഈ രണ്ടാഴ്ച പിന്നിടുമ്പോഴും ഈ പ്രതികളിലേക്ക് എത്തുവാൻ വേണ്ടി പോലീസിന് സാധിച്ചിരുന്നില്ല. ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസം രാത്രി BJP പ്രവർത്തകന്റെ തന്നെ വീടിന് നേരെ ഇത്തരത്തിൽ, അല്ലെങ്കിൽ വീട്ടിലുണ്ടായിരുന്ന വാഹനത്തിന് നേരെ ഇത്തരത്തിലൊരു ആക്രമണം സംഭവിക്കുന്നത്. ഇതിലേറെ പ്രാധാന്യമായി നമുക്ക് പറയാൻ കഴിയുന്നത്, ആദ്യം ആക്രമണം നടന്ന ടിൻഡുവിന്റെ 17ാം വാർഡിലെ BJP സ്ഥാനാർത്ഥിയായ ടിൻഡുവിന്റെ ബൂത്ത് സെക്രട്ടറി കൂടിയാണ് ഈ ബാബു. മാത്രമല്ല ടിൻഡുവിന്റെ അടുത്ത ബന്ധുവുമാണ് ബാബു. അപ്പോൾ രാഷ്ട്രീയപരമായ ഒരു വൈരാഗ്യമാണോ മറ്റെന്തെങ്കിലുമാണോ എന്നൊരു കാര്യത്തിൽ പോലും തീർച്ചയായും വീട്ടിൽ ആക്രമണം നടത്തിയ കേസിൽ പ്രതികളെ പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. അത്തരമൊരു വലിയ രാഷ്ട്രീയ സംഘർഷം അവിടെ നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ചും തുടർച്ചയായ BJP നേതാക്കളുടെ, BJP പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നു, വാഹനങ്ങൾ കത്തിക്കുന്നു. അതീവ ഗൗരവത്തോടെ കാണേണ്ട വിഷയമാണ്. പ്രത്യേകിച്ചും തെരഞ്ഞെടുപ്പ് അടുക്കുന്നൊരു പശ്ചാത്തലത്തിൽ ഇതുപോലുള്ള അക്രമ സംഭവങ്ങൾക്ക് തടയിടാൻ പോലീസിന് കഴിഞ്ഞില്ലെങ്കിൽ കൂടുതൽ സംഘർഷങ്ങൾക്ക് അത് കാരണമാകില്ലേ? ആ രീതിയിലൊരു തയ്യാറെടുപ്പുകൾ, മുൻകരുതലുകൾ പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നുണ്ടോ? തീർച്ചയായും അത് തന്നെയാണ് പറയുന്നത്. ഈ ഒരു ആക്രമണം കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് നടന്നതിന് ശേഷം CCTV ദൃശ്യം ഉൾപ്പെടെ പോലീസിന് ലഭിച്ചിട്ടും ഈ പ്രതികൾ ആരാണ് എന്നോ കണ്ടെത്താനോ ഈ ആക്രമണ ഉദ്ദേശമോ ഇതിനെപ്പറ്റിയോ എന്തെങ്കിലും ഒരു വിവരം പോലീസിന് ലഭിച്ചിട്ടില്ല. ഒരു തുമ്പുമില്ലാത്ത രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം രാത്രി ഈ സംഭവം നടന്നത്. ഈ സംഭവത്തിലും ഈ 17ാം വാർഡിലെ സ്ഥാനാർത്ഥിയുടെ ബൂത്ത് സെക്രട്ടറി, അതിലുപരി ഈ ബാബു എന്ന വ്യക്തിയുടെ സഹോദരി പുത്രിയാണ് ഈ ടിൻഡു. അപ്പോൾ ഇത് എന്ത് രീതിയിലുള്ള ഏത് അടിസ്ഥാനത്തിലാണ് ഈ ഒരു ആക്രമണം നടക്കുന്നത് എന്നത് സംബന്ധിച്ച് കൃത്യമായൊരു വിവരം നൽകാൻ ഈ വീട്ടുകാർക്കോ അല്ലെങ്കിൽ പാർട്ടിയിൽ ഈ BJP-യിൽ ഉള്ളവർക്കോ സാധിക്കുന്നില്ല. എന്ന് മാത്രമല്ല ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്, ആരാണ് ഇതിന് പിന്നിൽ എന്നുള്ളതിനെ കുറിച്ച് പോലീസിന് പോലും വ്യക്തമായൊരു കാഴ്ചപ്പാട്, വ്യക്തമായൊരു വിവരം അവർക്ക് നൽകാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഇതിലേറെ ആശങ്കാജനകം. ഇത് ഈ പ്രദേശത്തുള്ള മറ്റ് BJP പ്രവർത്തകർക്കും മാത്രമല്ല മറ്റ് രാഷ്ട്രീയ പ്രവർത്തകർക്കും ഈ തെരഞ്ഞെടുപ്പ് ഘട്ടമായതുകൊണ്ട് തന്നെ ഈ ആക്രമണങ്ങൾ തുടർച്ചയായി ഉണ്ടാകുന്നത് കൂടുതൽ വലിയ സംഘർഷങ്ങളിലേക്ക് കടക്കുമോ എന്നൊരു ആശങ്കയും നിലനിൽക്കുന്നുണ്ട്. ടോം, വ്യക്തമാണ്. അഭിലാഷ് ആറ്റിങ്ങിലാണ് വിവരങ്ങൾ നൽകിയത്. തിരുവനന്തപുരം ചിറയൻകീഴിലാണ് തുടർച്ചയായി BJP പ്രവർത്തകരുടെ, സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ BJP പ്രവർത്തകരുടെ വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാകുന്നത്. കൊല്ലത്ത് ബൈക്കിടിച്ച് 2 മരണം. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഗോവിന്ദദാസ്, രാമൻകുളങ്ങൽ സ്വദേശി അനൂപ് എന്നിവരാണ് മരിച്ചത്. ഒരാളുടെ നില ഗുരുതരമാണ്. അനൂപ് ഓടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് കാൽനട യാത്രികരെ ഇടിക്കുകയായിരുന്നു. ഗുരുതരാവസ്ഥയിൽ എത്തിച്ചിട്ടും വേണ്ട ചികിത്സ നൽകിയില്ലെന്നാരോപിച്ച് മരിച്ച അനൂപിന്റെ സുഹൃത്തുക്കൾ ജില്ലാ ആശുപത്രിയിൽ ബഹളമുണ്ടാക്കി. ആശുപത്രിയുടെ ചില്ല് അടിച്ചു തകർത്തു. വനിതാ ജീവനക്കാരിയായ ഷീലാകുമാരിക്ക് പരിക്കേറ്റു. സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി വിനീഷ് ചേരുന്നു. വിനീഷ്, ഈ അനൂപിന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അനൂപിന്റെ മരണം അതിനുശേഷം ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ വളരെ ഗുരുതരാവസ്ഥയിലാണ് ആശുപത്രിയിൽ എത്തിച്ചത്. വേണ്ട രീതിയിലുള്ള ചികിത്സ ലഭിച്ചില്ലെന്ന് പറഞ്ഞ് ആശുപത്രിയിൽ ഒരു കൂട്ടം ആളുകൾ പ്രശ്നമുണ്ടാക്കുന്നു, ആശുപത്രി അടിച്ചു തകർക്കുന്നു. ഈ സംഭവത്തിൽ എന്താണ് പോലീസ് പറയുന്നത്, ആശുപത്രി അധികൃതർ പറയുന്നത്? ടോം, സംഭവത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടായത്. രാമംകുളങ്ങര സ്വദേശിയായ അനൂപാണ് വാഹനം ഓടിച്ചത്. വെസ്റ്റ് ബംഗാൾ സ്വദേശികളായ അച്ഛനും മകനും ഇവർ മത്സ്യബന്ധന ബോട്ടിൽ ജോലിക്ക് പോകുന്നവരാണ്. ഇവർ രാത്രിയിൽ ഭക്ഷണം കഴിക്കാനായിട്ട് പോയിട്ട് തിരികെ ഇവരുടെ റൂമിലേക്ക് നടന്നു വരുന്ന വഴിയാണ് അനൂപ് അമിത വേഗതയിൽ ബുള്ളറ്റിൽ എത്തിയത്. ബുള്ളറ്റിലെത്തുകയും ഇരുവരെയും ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത്. ഇടിയുടെ ആഘാതത്തിൽ തന്നെ രണ്ടുപേരും 2 ഭാഗത്തായിട്ട് ചിതറി വീഴുകയും ചെയ്തു. അങ്ങനെ നിയന്ത്രണം നഷ്ടപ്പെട്ട ബൈക്ക് സമീപത്തുള്ള ഒരു ഇലക്ട്രിക് പോസ്റ്റിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ഇങ്ങനെ ഇടിച്ചു കയറിയപ്പോൾ തന്നെ അനൂപിന്റെ തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റു. തല 2ആയിട്ട് അത്തരത്തിലേക്കാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ബ്ലഡ് വാർന്ന് ഒഴുകുന്ന സാഹചര്യമുണ്ടായിരുന്നു. അങ്ങനെ അനൂപ് ഒറ്റയ്ക്കായിരുന്നു വാഹനത്തിലുണ്ടായിരുന്നത്. അനൂപിൻ്റെ സുഹൃത്തുക്കൾ കുറച്ച് പേർ തൊട്ട് പിന്നിൽ ബൈക്കിലായിട്ട് വരുന്നുണ്ടായിരുന്നു. അവരോടൊപ്പം തന്നെ വാഹനം നിർത്തുകയും അനൂപിനെ
പെട്ടെന്ന് തന്നെ ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിക്കുകയും ചെയ്തു. ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ തന്നെ സ്ട്രെച്ചറിൽ ആശുപത്രിക്കുള്ളിലേക്ക് പ്രവേശിപ്പിക്കുകയായിരുന്നു. അപ്പോൾ നിലവിൽ നമുക്കറിയാം, ആശുപത്രിക്കുള്ളിലേക്ക് എത്തിച്ചപ്പോൾ അവിടെ മറ്റു രോഗികൾ ഉണ്ടായിരുന്നു, സ്ത്രീകൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതൊരു സ്പെഷ്യൽ റൂമായിരുന്നു. അപ്പോൾ പെട്ടെന്ന് ചികിത്സ ലഭ്യമായില്ല എന്നാരോപിച്ചായിരുന്നു ഈ അനൂപിൻ്റെ സുഹൃത്തുക്കൾ ബഹളമുണ്ടാക്കിയത്. ഈ ബഹളം വലിയൊരു അക്രമത്തിലേക്ക് നയിച്ചു. അറിയാം, അനൂപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ്. അനൂപ് ഇങ്ങനെ അപകടം പറ്റുന്നു, അനൂപിനെ പെട്ടെന്ന് തന്നെ ആശുപത്രിയിലേക്ക് എത്തിക്കുന്നു. എത്രയും പെട്ടെന്ന് ചികിത്സ ലഭ്യമാകുക എന്നുള്ള ഒരു അനൂപിൻ്റെ സുഹൃത്തുക്കൾക്കുണ്ട്. എല്ലാം സംഭവം ശരിയാണ്. പക്ഷേ എന്നാലും ചില ആശുപത്രിയിലേക്ക് എത്തിക്കുമ്പോൾ തന്നെ നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളൊക്കെ ഉണ്ട്. അതൊന്നും തന്നെ പാലിക്കാൻ തയ്യാറായില്ല എന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്തായാലും വലിയൊരു അക്രമ സംഭവത്തിലേക്ക് തന്നെ ഈ ഒരു സംഭവം വഴിവെച്ചു. ടോം ആശുപത്രിയുടെ ചില്ലുകൾ അടിച്ചു തകർത്തു. ആശുപത്രി ജീവനക്കാരെ ഇവർ കയ്യേറ്റം ചെയ്തു. അങ്ങനെ വലിയ രീതിയിലുള്ള ഒരു ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചതിന് ശേഷമാണ് അനൂപിനെ സ്ട്രെച്ചറിൽ തന്നെ ഈ സുഹൃത്തുക്കൾ അവിടെ നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി ജീവൻ രക്ഷിക്കുക എന്നുള്ളൊരു വലിയൊരു ആവശ്യമായിട്ട് തന്നെയാണ്. പക്ഷേ അവിടെയും സമാനമായ രീതിയിൽ ചില അക്രമങ്ങൾ ഉണ്ടായി എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെ ആശുപത്രിയുടെ ഭാഗത്തൊരു വീഴ്ച ഉണ്ടായിട്ടുണ്ടോ? എത്ര വീഴ്ച ഉണ്ടായാലും ഈ ആശുപത്രിയിൽ ഈ രീതിയിൽ പ്രകോപനം സൃഷ്ടിക്കുക, പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക എന്ന് പറയുമ്പോൾ ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം തന്നെയാണ്. പോലീസ് എന്ത് നടപടിയാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്? ടോം, ഇതുമായി ബന്ധപ്പെട്ട് 8 പേർക്കെതിരെയാണ് കൊല്ലം ഈസ്റ്റ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. ഈ പ്രതികളെല്ലാം തന്നെ എല്ലാവരും ഒളിവിലാണ്. ആരെയും ഇതുവരെ പിടികൂടാൻ സാധിച്ചിട്ടില്ല. പോലീസ് CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. കണ്ടാലറിയാവുന്ന 8 പേർക്കെതിരെയാണ് കേസെടുത്തിട്ടുണ്ട് എന്നാണ് പോലീസിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അന്വേഷണം നടന്നു വരുന്നുണ്ട്. അനൂപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണെന്നാണ് പറയുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ചില ജീവനക്കാർക്കും പരിക്കേറ്റിട്ടുണ്ട്. ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ഒരു വനിതാ ജീവനക്കാരിക്ക് പരിക്കേറ്റുണ്ട്, മൂക്കിന് പരിക്കേറ്റിട്ടുണ്ട്. ഇവരും പറയുന്നത് അങ്ങനെയാണ്. കാരണം തലയ്ക്ക് ഗുരുതരമായിട്ടുള്ള പരിക്കേറ്റാണ് അനൂപിനെ അവിടെ കൊണ്ടുവന്നത്. കൃത്യമായിട്ട് ഒന്ന് ചികിത്സിക്കാൻ പോലുമുള്ള ഒരു സാവകാശം കൂടെ നൽകിയില്ല എന്നാണ് പറയുന്നുണ്ട്. പെട്ടെന്ന് തന്നെ അവർ പ്രകോപിതരാവുകയായിരുന്നു. എത്രയും പെട്ടെന്ന് പരിശോധിക്കുക എന്നുള്ളൊരു ആവശ്യം അവരിങ്ങനെ ഉന്നയിച്ചുകൊണ്ടിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഈ ആശുപത്രിക്കുള്ളിലേക്ക് ഒരു സംഘം ആൾക്കാർ തള്ളിക്കയറി വന്നപ്പോൾ തന്നെ അവിടെ നിന്ന് മാറാൻ പറഞ്ഞു. ഇതെല്ലാം തന്നെ വലിയൊരു പ്രകോപനത്തിലേക്ക് വഴിവെച്ചു എന്നൊക്കെയാണ് അറിയുന്നത്. എന്തായാലും ഈ കൂടെ വന്നവർ ഈ അനൂപിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് ഇത്തരത്തിലൊരു അക്രമ സംഭവം നടത്തിയിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം ഇപ്പോൾ ഈസ്റ്റ് പോലീസ് നടത്തുന്നുണ്ട്. ടോം, വ്യക്തമാണ്. വിനീഷാണ് വിവരങ്ങൾ നൽകിയത്. കൊല്ലത്ത് ബൈക്കിടിച്ച് 2 പേർക്കാണ് ദാരുണാന്ത്യം സംഭവിച്ചത്. വെസ്റ്റ് ബംഗാൾ സ്വദേശി ഗോവിന്ദദാസ്, രാമൻകുളങ്ങര സ്വദേശി അനൂപ് എന്നിവരാണ് മരിച്ചത്. ഈ അനൂപ് ഓടിച്ച വാഹനം, ബൈക്ക് മറ്റ് യാത്രക്കാരെ ഇടിക്കുകയായിരുന്നു. അനൂപിനും ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ എത്തിച്ച അനൂപിനെ ചികിത്സിക്കാൻ വൈകി, ചികിത്സ നിഷേധിച്ചു എന്ന് പറഞ്ഞ് ഇയാളുടെ സുഹൃത്തുക്കൾ ആശുപത്രിയിൽ വലിയ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു. ആശുപത്രിയുടെ ചില്ലടിച്ചു തകർത്തു. 8 പേർക്കെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകും. നമസ്കാരം.